عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وإن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى، وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين، وكل دعوى النبوة بعده فغي وهوى، وهو المبعوث إلى عامة الجن وكافة الورى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ പ്രാർത്ഥന നിർഭരമായ മനസ്സുമായിട്ടാണ് ഇത്തരമൊരു സംസാരത്തിന് മുതിരുന്നത്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഈ ഒരു സംസാരം ആളുകളുടെ മനസ്സിൽ ഒരു മാറ്റത്തിന് കാരണമാക്കി മാറ്റണമേ. ഞങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും റഹ്മാനായ റബ്ബേ നീ പ്രദാനം ചെയ്യണം. സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഒരാവശ്യത്തിന് വേണ്ടി വിദേശത്ത് പോയപ്പോൾ ഒരു പ്രവാസിയുടെ റൂമിൽ ചെല്ലുകയുണ്ടായി. സംസാരത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ബെഡിനടിയിൽ ഒരു പേപ്പറിൽ ചില അക്ഷരങ്ങൾ അദ്ദേഹം കുറിച്ചു വച്ചത് കണ്ടു. മറ്റൊന്നുമല്ല, അതിൽ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അളിയന്റെ നമ്പറാണ്. തൊട്ടടുത്ത് താമസിക്കുന്ന അദ്ദേഹത്തിന്റെ അളിയന്റെ നമ്പർ ഒരു പേപ്പറിലാക്കി ബെഡിന്റെ താഴെ വെച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈലിൽ നമ്പർ സൂക്ഷിച്ചു വെക്കുന്ന ഈ ഒരു സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നടപടി? ചിലപ്പോൾ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചു തന്നു. ഈ ഒരു വർഷത്തിനിടയിൽ 4 മയ്യത്തുകളാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത്. കുടുംബത്തിന് വേണ്ടി ജീവിതം ത്യജിച്ച് മരുഭൂമിയിൽ താമസമാക്കിയ, എല്ലാ സന്തോഷങ്ങളും സന്താപങ്ങളും അവിടെ കഴിച്ചുകൂട്ടിയ 4 പേർ മയ്യത്തായിട്ടാണ് നാട്ടിലേക്ക് മടങ്ങിയത്. റബ്ബിന്റെ തീരുമാനം മരണം ഈ മണ്ണിലാണ് എങ്കിൽ മയ്യത്ത് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ എഴുതി വെച്ചത് എന്നത്. സഹോദരന്മാരെ, ഏതൊരു സമയത്തും എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്കും മരണം വന്നെത്താം. ആ മരണത്തിനപ്പുറം ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. ആ ഒരു ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഓരോ വീടുകളിലും വന്ന് ഇവിടെയുള്ള പ്രവർത്തകന്മാർ ക്ഷണിച്ചതും നമ്മൾ ഇവിടെ വന്നെത്തിയിട്ടുള്ളതും. അതുകൊണ്ട് ഇനിയുള്ള സംസാരം ഒരൽപ്പം ശ്രദ്ധയോടുകൂടെ
ഒരൽപ്പം ഗൗരവത്തോടുകൂടെ കേൾക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഏറനാട് താലൂക്കിലെ ആദ്യത്തെ ഡോക്ടറാണ് ഡോക്ടർ ഉസ്മാൻ. വളരെ കഴിവുറ്റ MBBS-ൽ ഉയർന്ന മാർക്കോടുകൂടെ വിജയം പൂർത്തിയാക്കിയ ഡോക്ടർ ഉസ്മാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത നാട് നിലമ്പൂരാണ്. നിലമ്പൂര് തെരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ശക്തമായ നാടകങ്ങളും ആ രൂപത്തിലുള്ള ചിത്രീകരണങ്ങളും നിലമ്പൂര് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. യുക്തിവാദിയായിരുന്ന ഡോക്ടർ ഉസ്മാന്റെ തീരുമാനം നിലമ്പൂരിലെത്തുകയും നിലമ്പൂരിൽ താമസിച്ച നാടകങ്ങളിലൂടെ ഇസ്ലാമിനെ വിമർശിക്കുക എന്നതായിരുന്നു. ആദ്യത്തെ നാടകം ഡോക്ടർ ഉസ്മാൻ രചിച്ചു, ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ്. ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്ന നാടകത്തിലൂടെ ആ നാടകത്തിലെ നടനെ കൊണ്ട് ഡോക്ടർ ഉസ്മാൻ ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചു, എനിക്ക് സ്വർഗനരകത്തിന്റെ സമ്മാന പൊതികൾ ആവശ്യമില്ല, എനിക്കൊരു പടച്ചറബിന്റെ ആവശ്യമില്ല, എനിക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒന്നാമത്തെ നാടകത്തിന് തുടക്കം കുറിച്ചു. അന്ന് നിലമ്പൂരിലെ ഖത്തീബാണ് കെ സി അബൂബക്കർ മൗലവി. ശക്തമായ യുക്തിവാദം നിലമ്പൂര് കേന്ദ്രീകരിച്ച് കടന്നു വന്നപ്പോ നിലമ്പൂരിലെ മിമ്പറുകളിൽ നിന്ന് യുക്തിവാദത്തിനെതിരെ പ്രമാണബദ്ധമായി കൊണ്ട് സംസാരിച്ചു. ഏറനാടൻ ഭാഷയിലാണ് KCയുടെ സംസാരം. അങ്ങനെ KCക്ക് മറുപടിയായി രണ്ടാമതൊരു നാടകത്തിന് തുടക്കം കുറിക്കുകയാണ്. KCയുടെ ഏറനാടൻ ഭാഷയെപ്പോലും വിമർശിച്ചുകൊണ്ട് ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്ന പുതിയൊരു നാടകത്തിന് ഡോക്ടർ ഉസ്മാന്റെ നേതൃത്വത്തിൽ കോപ്പുകൂട്ടുകയാണ്. രണ്ടാമത്തെ നാടകം വന്നു. അതിനിടയിൽ തന്റെ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് നിലമ്പൂരിലെ കാട്ടിലെ ചോലനായിക്കൻ വിഭാഗത്തിലെ ഗുഹയിൽ താമസിക്കുന്ന ആദിവാസിയായ ഒരു മനുഷ്യൻ ഡോക്ടർ ഉസ്മാന്റെ ക്ലിനിക്കിലെത്തുകയാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ശരീരത്തിലെ മുറിവുമായി ഡോക്ടർ ഉസ്മാന്റെ അരികിൽ ചെന്ന് പരിശോധനയ്ക്ക് ശേഷം തന്റെ പോക്കറ്റ് തപ്പി നോക്കിയപ്പോ ഒരൽപ്പം വെപ്രാളത്തോടുകൂടെ ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, കാട്ടിലെ യാത്രയിൽ വഴികളിൽ എവിടെയോ തന്റെ കൈകളിലെ നാണയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ഉസ്മാനോട് പറയുകയാണ്, എന്റെ നാണയത്തുട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ഉസ്മാന്റെ മറുപടി, ശരി, നിങ്ങൾ നൽകേണ്ടതില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം. പണം നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു നൽകേണ്ടതില്ല, നിങ്ങൾക്ക് പോകാം. അതെങ്ങനെ ശരിയാകും? നിങ്ങൾ എനിക്കൊരു നന്മ ചെയ്താൽ നിങ്ങൾക്ക് പകരം ഞാനൊരു നന്മ ചെയ്യണം, അല്ല എങ്കിൽ എങ്ങനെ ശരിയാകും? ശരി, നിങ്ങൾ നൽകേണ്ടതില്ല, നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. പുഞ്ചിരിച്ചുകൊണ്ട് ആദിവാസിയായ നിലമ്പൂർ കാട്ടിലെ ഗുഹക്കുള്ളിൽ കഴിയുന്ന പ്രാകൃതനായ മനുഷ്യന്റെ മറുപടി, എനിക്കുറപ്പാണ്, കിലോമീറ്ററുകൾ താണ്ടി നിലമ്പൂരിലെ കാട്ടിനുള്ളിലേക്ക് 2 രൂപയുടെ നാണയത്തുട്ടിന് വേണ്ടി നിങ്ങൾ എത്തുകയില്ല. നിങ്ങൾക്ക് 2 രൂപ ഞാൻ നൽകാമെന്ന് പറഞ്ഞാൽ ഞാനത് നൽകിയിട്ടില്ല എങ്കിൽ ഉടയ തമ്പുരാൻ ചോദിക്കില്ലേ? ഉടയ തമ്പുരാന്റെ മുന്നിൽ ഞാൻ അതിന് മറുപടി പറയേണ്ടതില്ലേ? ഒരു ഇടിനാദമായിരുന്നു ആ മനുഷ്യന്റെ വാക്കുകൾ ഡോക്ടർ ഉസ്മാന്റെ ഹൃദയത്തിൽ. അദ്ദേഹം ആലോചിക്കുകയാണ്, MBBS-ന്റെ ഉന്നത പഠനങ്ങൾ പൂർത്തിയാക്കിയ എനിക്കറിയാത്ത ഒരു ഉടയ തമ്പുരാനെ, ധർമ്മത്തെക്കുറിച്ച് അധർമ്മത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം പഠിപ്പിക്കുന്ന ഒരു ഉടയ തമ്പുരാനെ കുറിച്ച് ആരാണ് ഈ മനുഷ്യനെ പഠിപ്പിച്ചത്? 2 രൂപ നൽകാമെന്ന് പറഞ്ഞാൽ അത് നൽകിയിട്ടില്ല എങ്കിൽ ഉടയ തമ്പുരാൻ ചോദിക്കുമെന്ന ഉന്നതമായ ഒരു ആദർശം ആരാണ് ഈ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ കൊത്തിവെച്ചത്? ഡോക്ടർ ഉസ്മാൻ ചിന്തിക്കുകയാണ്. അന്നു രാത്രി മറ്റൊരു നാടകത്തിനുള്ള എഴുത്തിലാണ്. ആയിഷ എന്ന നാടകം എഴുതുകയാണ് ഡോക്ടർ ഉസ്മാൻ. ആയിഷയുടെ ഇതിവൃത്തം, അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ ആയിഷ എന്നൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു.
ആ ഇഷ്ടത്തിനൊടുവിൽ അവർ പ്രണയത്തിന്റെ തീവ്ര നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്നു. ഒടുവിൽ ആയിഷ ആത്മഹത്യ ചെയ്യുകയാണ്. ഡോക്ടർ ഉസ്മാൻ തന്റെ പേന കൊണ്ട് എഴുതി വെച്ചു, ആയിഷ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, മരണത്തിനപ്പുറം ആത്മഹത്യ ചെയ്ത ആയിഷയുടെ ലോകം എവിടെയാണ്? എവിടേക്കാണ് അവളുടെ യാത്ര? ഡോക്ടർ ഉസ്മാൻ അറിയേണ്ടത് ആയിഷയുടെ ലോകം എവിടെയെന്നല്ല, മരണത്തിനപ്പുറം തന്റെ അവസ്ഥ എന്താണ്, ഞാൻ എവിടേക്കാണ് പോകുന്നത്? രാത്രി ഉറക്കം ലഭിച്ചില്ല. വീണ്ടും വീണ്ടും ആലോചിച്ച് ഒടുവിൽ ഒരു വരി കൂടെ തന്റെ നാടകത്തിന്റെ അവസാനത്തിൽ ആ മനുഷ്യൻ എഴുതി ചേർത്തു, മരണത്തിനപ്പുറം എന്തോ ഒന്നുണ്ട്. നിശയുടെ നിശബ്ദതയിൽ KC അബൂബക്കർ മൗലവിയുടെ വീട്ടിലേക്ക് നടന്നു. സുദീർഘമായ തർക്കങ്ങൾക്കൊടുവിൽ വീണ്ടും നടക്കുകയാണ് തിരൂർക്കാട്ട് ഉമർ മൗലവിയുടെ വീട്ടിലേക്ക്. ഉമർ മൗലവിയുമായുള്ള സുദീർഘമായ സംസാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഡോക്ടർ ഉസ്മാൻ ഒരു വിശ്വാസിയായിരുന്നു. കനപ്പെട്ട വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിച്ച ഡോക്ടർ ഉസ്മാൻ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ചിന്തിക്കുന്ന മനസ്സുകൾക്ക്, ആലോചിക്കുന്ന മനസ്സുകൾക്ക് പടച്ച റബ്ബിനെ കണ്ടെത്തുവാൻ സാധിക്കും. ഏതാണ് ആ റബ്ബ്? മൂസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ കടന്നു ചെന്നുകൊണ്ട് ധിക്കാരിയായ അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഉന്നതനായ റബ്ബെന്ന് പ്രഖ്യാപിച്ച ഫിർഔനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയ ഒരു റബ്ബുണ്ട്. സഹോദരന്മാരെ, നമുക്ക് ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം സംസാരിക്കുവാനുള്ളത് പടച്ച റബ്ബിനെ കുറിച്ചാണ്, അല്ലാഹുവിനെ കുറിച്ചാണ്. നൂഹ് നബി അലൈഹിസ്സലാം 980 വർഷക്കാലം പ്രബോധനം നടത്തിയ വിഷയം, പരിശുദ്ധ ഖുർആനിൽ 1/3 അല്ലാഹു തആല സംസാരിച്ച വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം പ്രബോധനം നടത്തിയ വിഷയം നമ്മൾ പഠിച്ചത് 1 മണിക്കൂർ 2 മണിക്കൂർ ഏതോ ഒരു ലേഖനമാണ് എങ്കിൽ അതിനപ്പുറത്ത് പടച്ച റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമാണിത്. ഞാൻ നമസ്കാരത്തിന് വേണ്ടി എന്റെ സംസാരം ചുരുക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ തന്നെ സൃഷ്ടിപ്രപഞ്ചത്തിലെ മഹാ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരേ സമയത്ത് മുകളിലേക്കും താഴേക്കും മുൻഭാഗത്തേക്കും പിൻഭാഗത്തേക്കും ഒരേ സമയം പറക്കാൻ കഴിയുന്ന പറവകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. 11 കിലോമീറ്ററുകൾക്കപ്പുറത്ത് തന്റെ ഇണയെ ആകർഷിക്കാൻ കഴിയുന്ന ചിത്രശലഭങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ശരീരത്തിന്റെ 20 അടി ഉയരത്തിൽ ചാടാൻ കഴിയുന്ന തവളകൾ, ശരീരത്തേക്കാൾ 200 മടങ്ങ് നീളത്തിൽ ചാടാൻ കഴിയുന്ന പുൽച്ചാടികൾ, ഇതെല്ലാം കേവലം പ്രകൃതിയുടെ വികൃതിയായി ഒതുക്കുവാൻ കഴിയുകയില്ല. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവിന്റെ കരവിരുതുണ്ട്. അതാണ് മൂസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയത്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് അവക്ക് ബോധനം നൽകിയവൻ, ദേശാടന പക്ഷികൾക്ക് വഴി കാണിക്കുന്നവൻ, സപ്തഭുജാകൃതിയിൽ കൂട് നിർമ്മിക്കുവാൻ തേനീച്ചയെ പഠിപ്പിച്ചവൻ, ആധുനിക ടെക്നോളജികളെ പോലും വെല്ലുന്ന രൂപത്തിൽ ശീതീകരിച്ച റൂം ഒരുക്കുവാൻ ബീവറിനെ പഠിപ്പിച്ചവൻ, അവനാരാണോ അവനാണെന്റെ സൃഷ്ടാവ്. സഹോദരന്മാരെ, നമ്മുടെ സൃഷ്ടിപ്പിൽ പോലും ആ അത്ഭുതം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സ്പൂണിലെടുക്കാൻ മാത്രം വലിപ്പമുള്ള ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, ഇന്ദ്രിയ കൂട്ടങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന, കണ്ടാൽ അറുപ്പ് തോന്നുന്ന ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് മനോഹരമായ കണ്ണിനെ സൃഷ്ടിച്ചവൻ, ഒരു സ്പൂണിൽ ഒതുങ്ങുന്ന ഇന്ദ്രിയ കൂട്ടങ്ങളിൽ നിന്ന് മനുഷ്യന്റെ മസ്തിഷ്കത്തെയും മനുഷ്യന്റെ കണ്ണിനെയും മനുഷ്യന്റെ കാതിനെയും ബലിഷ്ഠമായ കൈകളെയും സൃഷ്ടിച്ചവൻ, അവലായത് അന്നാ ഖലഖനാഹു മിൻ ഖബൽ വലം യകു ശൈആ,
മനുഷ്യരെ, നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് കണ്ണുകളും കാതുകളും ചിന്തിക്കുന്ന മസ്തിഷ്കവും മിടിക്കുന്ന ഹൃദയവും നൽകിയത് ആരാണ്? ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പ്രൗഢോജ്ജലമായ ഈ ആദർശമാണ്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അറബികളെ എന്നല്ല, മുസ്ലിമീങ്ങളെ എന്നല്ല, മനുഷ്യരെ, മജ്ജയും മാംസവുമുള്ള ചിന്തിക്കുന്ന മസ്തിഷ്കമുള്ള മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്? നിങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ പല്ല് ഒരു പ്രത്യേക വളർച്ചയെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് വളരുകയില്ല. മനുഷ്യന്റെ പല്ല് നഖം വളരുന്ന രൂപത്തിൽ വളർന്നിരുന്നുവെങ്കിൽ മനുഷ്യർക്ക് പ്രയാസമാണ്. പല്ലിന്റെ വളർച്ച നിൽക്കുന്ന രൂപത്തിൽ മനുഷ്യരുടെ നഖത്തിന്റെ വളർച്ച നിൽക്കുമായിരുന്നുവെങ്കിൽ അതും പ്രയാസമാണ്. ഒരു നിശ്ചിത പരിധിയിലെത്തിയാൽ പല്ലിന്റെ വളർച്ച നിൽക്കണമെന്ന് പഠിപ്പിച്ചവൻ ഒരു നിശ്ചിത വളർച്ച എത്തിക്കഴിഞ്ഞാൽ നഖം വെട്ടി മാറ്റിയാലും നഖം വളരണമെന്ന് മനുഷ്യന്റെ ശരീരത്തിന് കൽപ്പന നൽകിയവൻ ആരാണ്? അവന്റെ രക്ഷിതാക്കളെ, അവന്റെ മുൻഗാമികളെ സൃഷ്ടിച്ചവനാരാണ്? അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു പേന വാങ്ങുന്ന സമയത്ത് നമ്മൾ പരിശോധിച്ചു നോക്കും, ഒരു പേപ്പറിൽ ഒന്ന് എഴുതി നോക്കും. ഒരു കർച്ചീഫ് വാങ്ങുന്ന സമയത്ത് അതിന്റെ 4 ഭാഗവും നോക്കും. 10 രൂപക്ക് തക്കാളി വാങ്ങുമ്പോ നല്ലതാണോ അല്ലേ എന്ന് നമ്മൾ പരിശോധിക്കും. എന്നാൽ സ്വർഗം നിർബന്ധമാക്കുന്ന, നരകം നിഷിദ്ധമാക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിൽ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എന്തെങ്കിലും പോരായ്മകൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിഞ്ഞാൽ, പടച്ച റബ്ബിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളുമില്ല. മരുഭൂമിയിൽ മലർത്തിക്കിടത്തി വലിയ പാറക്കല്ലുകൾ ശരീരത്തിൽ കയറ്റി വെച്ച് പൊതിരത്തല്ലുമ്പോഴും മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് തണലേകിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമായിരുന്നു. ശരീരത്തിന്റെ മർമ്മഭാഗത്തിലേക്ക് കുന്തം കയറ്റിയിറക്കി പ്രിയപ്പെട്ട ഭർത്താവിന്റെയും പ്രിയപ്പെട്ട മകന്റെയും മുന്നിൽ ക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ കരുത്തായി മാറിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമായിരുന്നു. പ്രിയമുള്ളവരെ, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. വീട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെക്കുന്ന മുഅ്മിനെ, ബൈക്കിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്ന മുഅ്മിനെ, 1000 തവണ കണ്ണടച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മുഅ്മിനെ ചിന്തിക്കുക, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്ന് 40 വയസ്സുവരെ അൽ അമീനായ പ്രവാചകൻ, 40 വയസ്സുവരെ സത്യസന്ധനെന്ന് മക്കക്കാര് വിളിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40ാമത്തെ വയസ്സിൽ ശത്രുവായി മാറുകയാണ്. എന്തായിരുന്നു കാരണം? അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞതാണോ? അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞതിനാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിഞ്ഞത്? അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞതിനാണോ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിച്ചത്? സഹോദരന്മാരെ, ലോകത്തൊരു പ്രവാചകനും അല്ലാഹു ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞയച്ചിട്ടില്ല. അല്ലാഹു ഉണ്ട് എന്ന് പറയാൻ, അല്ലാഹു ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമയം കഴിക്കേണ്ടി വന്നിട്ടില്ല. എന്താ പ്രവാചകന്റെ ഉപ്പയുടെ പേര്? അബ്ദുള്ള. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടാണ് ഉപ്പാക്ക് പേരിട്ടത്? അല്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബിന് അറിയാം അല്ലാഹു ഉണ്ട്. മകന് പേരിട്ടു അബ്ദുള്ള. ചരിത്രം വാചാലമാണ്. കഅബ പൊളിക്കാൻ വേണ്ടി ഈ വിഷയം ഒന്ന് എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ
ചിന്തിക്കുന്ന മുസ്ലിമേ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ആലോചിക്കുക. കഅബ പൊളിക്കുന്നതിന് വേണ്ടി യമനിൽ നിന്ന് അഹ്മദ് എന്നു പേരുള്ള ആനപ്പുറത്ത് അബ്രഹത്ത് വരികയാണ്. അബ്രഹത്തും പട്ടാളവും പ്രകമ്പനം കൊള്ളിച്ച് മക്കയെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് അബ്രഹത്തിന്റെ പട്ടാളം മക്കയിലെത്തി. അബ്ദുൽ മുത്തലിബ് നേരെ ചെല്ലുകയാണ് അബ്രഹത്തിന്റെ ടെന്റിലേക്ക്. ആ വരുന്നത് അബ്ദുൽ മുത്തലിബാണ്, മക്കക്കാരുടെ നേതാവാണ്. കയറിയിരിക്കണം. അബ്ദുൽ മുത്തലിബിനെ കയറ്റിയിരുത്തി. അബ്ദുൽ മുത്തലിബിന്റെ ചോദ്യം, അബ്രഹത്തെ എന്റെ ഒട്ടകങ്ങളെ എനിക്ക് വിട്ടു നൽകണം, എന്റെ ഒട്ടകങ്ങളെ എനിക്ക് വിട്ടു നൽകണം. അബ്രഹത്ത് ഞെട്ടിത്തരിച്ചു. ആ മനുഷ്യൻ പ്രതീക്ഷിച്ചത് തന്റെ മുന്നിൽ കൈകൾ കൂപ്പി നിന്ന് കഅബ പൊളിക്കല്ലേ, ഞങ്ങളുടെ കഅബയെ തകർക്കല്ലേ എന്ന് കാൽക്കൽ വീണ് അബ്ദുൽ മുത്തലിബ് പറയുമെന്നാണ് വിശ്വസിച്ചത്. നിങ്ങൾ എന്തൊരു നേതാവാണ്! കഅബ പൊളിക്കാൻ നേരത്ത് നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ ഒട്ടകങ്ങളാണോ, നിങ്ങളുടെ ആടുമാടുകളാണോ? എന്താ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി? അന റബ്ബുൽ ഇബിൽ, അന റബ്ബുൽ ഇബിൽ, ഞാനാണ് ഒട്ടകത്തിന്റെ യജമാനൻ. വലിൽ ബൈത്തി റബ്ബുൻ, ഈ കഅബക്കൊരു റബ്ബുണ്ട്, കഅബക്കൊരു റബ്ബുണ്ട്. ആ റബ്ബ് സംരക്ഷിക്കും. ഈ മനുഷ്യന് വഹയുണ്ടോ? നേരെ മക്കക്കാരുടെ ഇടയിലേക്ക് വന്നിട്ട് പറയാണ്, എല്ലാവരും ഉയർന്ന പ്രദേശങ്ങളിൽ കയറിയിരിക്കുക, മലമുകളിൽ കയറിയിരിക്കുക. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. ഏത് റബ്ബ്, ഏത് അള്ളാഹു? ചിന്തിക്കുക പ്രിയമുള്ളവരെ. രണ്ടുപേരല്ലാത്ത മുഴുവൻ ആളുകളും മലമുകളിൽ കയറി നിന്നു. ആമിന ബീവിയും അവരുടെ ഭൃത്യയും അവര് ഗർഭിണിയായതുകൊണ്ടും മലമുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെ അബ്ദുൽ മുത്തലിബിന് അള്ളാഹു ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു? അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അധികം സമയം കളയേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. എന്താ ആരാധന? സഹോദരന്മാരെ, നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം പ്രബോധനം നടത്തിയ വിഷയം പരിശുദ്ധ ഖുർആനിൽ 1/3 ഭാഗം അല്ലാഹു തആല പറഞ്ഞ വിഷയം. 23 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തിയ വിഷയം എന്താണ് മുസ്ലിം ഉമ്മത്തിനോട് ചോദിച്ചിട്ട് ഒരു 2 വാക്ക് പറയാൻ മുസ്ലിം ഉമ്മത്തിന് അറിയില്ല. എന്താ ആരാധന, എന്താ ഇബാദത്ത് എന്ന് ചോദിച്ചാൽ ഒരു 10 മിനിറ്റ് പറയാൻ മുസ്ലിം ഉമ്മത്തിന് അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എല്ലാവരും നിസ്കരിച്ചോളിന്നാണോ? 40ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് 1-ാം തീയതി മുതൽ സ്വീകരിച്ചതും മക്കത്തെ മുശ്രിക്കീങ്ങൾ എതിർത്തതും ഏതാണ് വിഷയം? നിസ്കരിച്ചോളൂ എന്നാണോ? ഹിജ്റയുടെ നബുവത്തിന്റെ 10-ാം വർഷത്തിലാണ് ബാങ്കൊലി മുഴങ്ങുന്നത്. അതിനു മുമ്പ് ബാങ്കില്ല, ഇഖാമത്തില്ല. അപ്പൊ നിസ്കരിച്ചോളൂ എന്നതല്ല ദഅവത്ത്. നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞതിനല്ല മക്കത്തെ മുശ്രിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നോമ്പ് നോറ്റോളൂ എന്നാണോ? ഇനി എല്ലാരും നോമ്പ് നോറ്റോളൂ എന്ന് പറഞ്ഞപ്പോഴാണോ പ്രശ്നം ഉണ്ടായത്? അല്ലല്ലോ. നോമ്പ് മദീനയിലാണ് പ്രിയമുള്ളവരെ. ഹിജ്റ കഴിഞ്ഞ് മദീനയിൽ ഹിജ്റ 2-ാം വർഷത്തിലാണ് നോമ്പിന്റെ തുടക്കം. സക്കാത്ത് കൊടുത്തോളൂ എന്നതാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1-ാം തീയതി മുതൽ പഠിപ്പിച്ചത്? ഹജ്ജാണോ? ഇതൊന്നുമല്ലല്ലോ. ഇനി എന്താ എല്ലാരും ഇങ്ങനെ മിണ്ടാതിരുന്നോളൂ, ആ മിണ്ടാതിരിക്കലാണ് ഇബാദത്ത്, അതാണോ പറഞ്ഞത്? പൊന്നു മുസ്ലിമേ, 40ാമത്തെ വയസ്സിൽ നബൂവത്തിന്റെ 1-ാം തീയതി മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അദ്ദുആഉ ഹുവൽ ഇബാദ. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ അർത്ഥനകൾ, നിങ്ങളുടെ തേട്ടങ്ങൾ, നിങ്ങളുടെ കൈകൂപ്പലുകൾ, നിങ്ങളുടെ സുജൂദുകൾ എല്ലാം പടച്ച റബ്ബിനു മാത്രം.
സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇനി മുതൽ റബ്ബനാ അല്ലാഹുമ്മ റബ്ബി ഇതല്ലാത്ത വിളികൾ ഇനി ഞങ്ങൾക്കില്ല റസൂലേ. മക്കത്തെ മുശ്രിക്കോ അവരതിനെതിരായി. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, 1-ാം തീയതി മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിഷയം അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നതാണ്. ഏതാണ് സഹോദരന്മാരെ ആ റബ്ബ്? ഏതാണ് ആ റബ്ബ്? നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കാത്തൊരു റബ്ബാണോ? നമുക്ക് കൈകൾ നീട്ടി ചോദിക്കാൻ കഴിയാത്ത ഒരു റബ്ബാണോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് അല്ലാഹു തആല ബോധനം നൽകുകയാണ്, വഔഹൈനാ ഇലാ ഉമ്മി മൂസ. അല്ലാഹുവിന്റെ കൽപ്പന, ചോര പൈതലിനെ മോണകാട്ടി ചിരിക്കുന്ന, കാലിട്ടടിക്കുന്ന ചെറിയ പൈതലിനെ നദിയിലേക്ക് കൊടുക്കണം. വലാ തഖാഫി, ഉമ്മ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനി, ഉമ്മ ദുഃഖിക്കേണ്ടതില്ല. ഇന്നാ റാദ്ദൂഹു ഇലൈക്, ഞാൻ തിരിച്ചു നൽകാം. ആലോചിച്ചിട്ടുണ്ടോ രംഗം? സഹോദരന്മാരെ, നമ്മുടെ റബ്ബിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരു ചെറിയ തൊട്ടിലാക്കി നദിയിലേക്ക് കൊടുക്കുക. ഉമ്മ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തിരിച്ചു നൽകാം. ആ ഉമ്മ നിറമിഴികളോടുകൂടെ നദിയിലേക്ക് കൊടുക്കുന്നു. അല്ലാഹുവിന്റെ തീരുമാനം, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം എത്തണം. ബനൂ ഇസ്രായേൽ ജനതയിലെ മുഴുവൻ ആൺകുട്ടികളെയും അറുകൊല നടത്തുമെന്ന് പറഞ്ഞ ഫിർഔനിന്റെ കൈകളിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നൽകി. ഒരൊറ്റ കുഞ്ഞിനെ പോലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ ഫിർഔനിന്റെ ചിലവിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വളർത്തി. എല്ലാ ഉമ്മമാരും വന്നു. ഒരു ഉമ്മയുടെ മുലപ്പാലും കുഞ്ഞു കുടിക്കുന്നില്ല. ഒടുവിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ കൈകളിൽ അല്ലാഹു കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. ഇന്നാ റാദ്ദൂഹു ഇലൈക്, ഞാൻ തിരിച്ചു നൽകാം. പ്രിയമുള്ളവരെ, ആ റബ്ബാണ് നമ്മളോട് പറയുന്നത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറ നബിയേ, ഞാൻ സമീപസ്ഥനാണ്. ഡോക്ടർ ഇങ്ങനെ മാറ്റി വിളിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന മകനെ ചൂണ്ടിയിട്ട്, ക്യാൻസറിന്റെ അവസാന സ്റ്റേജിലാണ്, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് കഴിഞ്ഞു, ഇനിയൊന്നുമില്ല എന്ന് പറയുമ്പോഴും എനിക്കെന്റെ റബ്ബുണ്ട്, ആ റബ്ബന്റെ സമീപസ്ഥനാണ്. ആ വിശ്വാസത്തെക്കാൾ വലിയ ഒരു ആനന്ദം മറ്റെന്താണുള്ളത്? ഖൗല റളിയല്ലാഹു തആല അൻഹ, അവരുടെ ഭർത്താവാണ് ഔസ് ഇബ്നു സാമിത്. ഭർത്താവ് ഭാര്യയെ ലിഹാർ നടത്തി. എന്താ ലിഹാർ? ലിഹാർ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയോട് പറയും, അൻതി കലഹ്രി ഉമ്മി, നീ എന്റെ ഉമ്മയുടെ മുതുകു പോലെയാണ്. അങ്ങനെ പറഞ്ഞാൽ രണ്ടുപേരും രണ്ടായി കഴിയണം. രണ്ടുപേരും പിരിഞ്ഞു. പിന്നീട് ഖൗല റളിയല്ലാഹു തആല ആഗ്രഹിക്കുകയാണ് ഭർത്താവിന്റെ കൂടെ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അരികിലേക്ക് വന്ന് ചോദിക്കുകയാണ്, നബിയേ, ഞങ്ങൾ ഒന്നിച്ചു കഴിയട്ടെ പ്രവാചകരെ. വാർദ്ധക്യത്തിൽ ഭർത്താവിന് താങ്ങായി തണലായി ഇനി ഒന്നിച്ചു കഴിയട്ടെ നബിയേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അനുവാദം നൽകിയില്ല. അല്ലാഹുവിന്റെ റസൂലേ, ചെറിയ മക്കളാണ്, ആ കുട്ടികൾക്കൊരു ആനന്ദമായി കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു കഴിയട്ടെ. രണ്ടാമത്തെ ചോദ്യത്തിനും അനുവാദം നൽകിയില്ല. മൂന്നാമത്തെ തവണയും അനുവാദം നൽകാതിരുന്നപ്പോ ശബ്ദമുയർന്നു, എന്തുകൊണ്ട് പാടില്ല? എന്തുകൊണ്ട് പാടില്ല? നസലൽ മലക്കു ജിബ്രീൽ, ഏഴാകാശത്തിനുപരിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഖദ് സമിഅ അല്ലാഹ്
ഖദ് സമിഅ അല്ലാഹ്, തീർച്ചയായും അല്ലാഹു തആല കേട്ടിരിക്കുന്നു. നബിയേ, അല്ലാഹു കേട്ടിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന് നേരിട്ട് ലൈറ്റ് എടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് ഒരു ഇടനിലക്കാരനില്ലാതെ പോകാൻ പറ്റൂല. അതുകൊണ്ട് ആ പെണ്ണിനോട് പറ, ഒരു പ്രവാചകനെ വിളിച്ച്, അമ്പിയാക്കളെ വിളിച്ച്, ശുഹദാക്കളെ വിളിച്ച് ഇസ്തിഗാസ തേടാൻ, തവസ്സുൽ തേടാൻ എന്നല്ല. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, ഭർത്താവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന പെണ്ണിന്റെ സങ്കടം അല്ലാഹു കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ ഏത് ജാറത്തിലാണ്, ഏത് ഐക്കല്ലിലാണ്, ഏത് മഖ്ബറയിലാണ് നമ്മൾ ശരണം തേടുന്നത്? പ്രാർത്ഥന കേൾക്കുന്ന ഒരു റബ്ബുണ്ടാകുമ്പോ. ഒരു സഹോദരി, അവര് പ്രസവിച്ചപ്പോ കുഞ്ഞിന് അപസ്മാര രോഗം. ഡോക്ടർമാര് പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളി. ആ സഹോദരിയുടെ ഉമ്മ ഒരു വെള്ളവുമായി അവരുടെ ഭർത്താവിന്റെ, ആ സഹോദരിയുടെ ഭർത്താവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, മോനെ നീ വിശ്വസിക്കണം എന്നില്ല, മോനെ നീ വിശ്വസിക്കണം എന്നില്ല. ഈ ഊതിയ വെള്ളത്തിൽ നിന്ന് ഈ വെള്ളം എന്റെ പേരക്കുട്ടിക്ക് നൽകുകയാണെങ്കിൽ എന്റെ കുട്ടിയുടെ രോഗം മാറും, ഞങ്ങൾക്കുറപ്പാണ്, എനിക്കുറപ്പാണ് മോനെ, നീ വിശ്വസിക്കണമെന്നില്ല, എന്റെ കുട്ടീനെ എനിക്കൊന്ന് തിരിച്ചു കിട്ടണം മോനെ, ഇതിന്റെ കുട്ടിക്ക് കൊടുക്കണം എന്നാണ്. ആ സഹോദരൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ എന്റെ റബ്ബിന്റെ തീരുമാനം 4ാമത്തെ ദിവസത്തിൽ എന്റെ മകൻ എന്റെ മടിയിൽ കിടന്ന് പിടഞ്ഞു മരിക്കണമെന്നാണ് എങ്കിൽ എനിക്ക് സങ്കടമില്ല ഉമ്മ. എന്റെ കുട്ടി മരണപ്പെട്ടാൽ നാളെ സ്വർഗത്തിലാണ്. ഉമ്മ നൽകിയ വെള്ളം കുടിച്ച് ഈ വെള്ളത്തിന്, ഈ ചരടിന് എന്റെ റബ്ബിന്റെ വിധിയെ തടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടെ എന്റെ കുഞ്ഞിന് ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ബിസ്മില്ലാ അല്ലാഹുവിനോടാണ്. ഇനിയോ ഏതെടുത്താലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അവിടെയും റബ്ബാണ്. ആ ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭാര്യ വന്നിട്ട് പറയാണ്, ദാ കുട്ടി കിണറ്റിലേക്ക് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മമ്പുറത്തെ തങ്ങളെ, ബദരീങ്ങളെ, അജ്മീറിലെ നാഗൂറിലെ ശൈഖന്മാരെ, ഈ വിളി ആര് പഠിപ്പിച്ചു? രാവിലെ എഴുന്നേറ്റാൽ അല്ലാഹ് റസൂൽ പഠിപ്പിച്ചു. ബാത്റൂമിലേക്ക് കയറുമ്പോൾ അല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ നാമത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ അല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രയാസഘട്ടത്തിൽ തങ്ങന്മാരോട് ആര് പഠിപ്പിച്ചു? അത് പൗരോഹിത്യം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് വാശിയുടെ വിഷയമല്ല. പാരമ്പര്യം നോക്കി ഭൂരിപക്ഷം അങ്ങനെയല്ല, അതല്ല സഹോദരന്മാരെ. ഒരാള് 2 ഗ്ലാസ്സിൽ വെള്ളം കൊടുന്ന് വെച്ചിട്ട് പറയാണ്, ഈ 1ാമത്തെ ഗ്ലാസ്സിലെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളം, 2ാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിൽ വിഷം കലർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? 1ാമത്തത് കുടിക്കും. അതിൽ സംശയമില്ല. ആരെങ്കിലും ഒരാൾ, എന്റെ ബാപ്പ കുടിച്ചത് ഈ ഗ്ലാസ്സിലാണ്, വെല്ലിപ്പ കുടിച്ചത് ഈ ഗ്ലാസ്സിലാണ്, നാട്ടിൽ ഭൂരിപക്ഷം കുടിക്കുന്നത് ഈ ഗ്ലാസ്സിലാണെന്ന് പറഞ്ഞ് വിഷമുള്ള വെള്ളം കുടിച്ചാലോ അവനെ ബുദ്ധിയില്ല എന്നല്ലാതെ എന്തു പറയാൻ? സഹോദരന്മാരെ, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ബദറിന്റെ രണാങ്കണത്തിൽ നെറ്റിയിൽ നിന്ന് തട്ടം താഴേക്ക് വീണ് നിറമിഴികളുമായി ബദറിന്റെ രണഭൂമിയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണെങ്കിൽ ആ വിശ്വാസത്തിന് ഒരു ആനന്ദമുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ദുനിയാവിൽ നമുക്ക് ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. അതിലെന്ത് ആനന്ദമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയത്?
സ്നേഹിക്കാൻ ഒരു ഉപ്പയെ അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. ഉപ്പയുടെ ലാളനകളേറ്റ്, ഉപ്പയുടെ പുറത്താന കളിച്ച്, ഉപ്പയുടെ തമാശകൾ കേട്ട് ചിരിക്കാൻ, ഉപ്പയുടെ ലാളനകളേറ്റു വളരാൻ പ്രവാചകൻ അവസരം കിട്ടിയിട്ടില്ല. കൊഞ്ചിക്കാനും ലാളിക്കാനും എത്ര വർഷമാണ് ഉമ്മ കൂടെ ഉണ്ടായത്? 6 വർഷത്തിൽ കൂടുതൽ ഉമ്മയുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. താങ്ങായി തണലായി കൂടെ നിൽക്കുന്നവരാണ് ജ്യേഷ്ഠനും അനുജനും. ഒരു ജ്യേഷ്ഠന്റെ താങ്ങ്, ഒരു അനുജന്റെ തണൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായോ? കൂടെ കളിക്കാൻ ഒരു കൊച്ചു പെങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായോ? ഇതൊന്നുമില്ലാതിരുന്നിട്ടും ഏറ്റവും സന്തോഷത്തോടുകൂടെ ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ ഉറങ്ങിയെങ്കിൽ അത് കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ സ്നേഹത്തിന്റെ, ആ വിശ്വാസത്തിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം നൽകിയ ആനന്ദമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ. സഹോദരന്മാരെ, എന്തൊരു ആനന്ദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിന് ലഭിക്കുന്നത്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മൾ നിസ്കാരത്തിന്റെ റുക്ന് പഠിച്ചു, കുളിയുടെ റുക്ന് പഠിച്ചു, എല്ലാം പഠിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പണ്ഡിതന്മാർ 2 റുക്നുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നഫിയാണ്. നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കണം. നിഷേധം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല. ഹൃദയത്തിൽ നിന്ന് മുഴുവൻ ആരാധ്യന്മാരെയും എടുത്തു മാറ്റണം. എനിക്ക് പ്രാർത്ഥിക്കാൻ, എനിക്ക് കൈകൾ നീട്ടാൻ, എനിക്ക് സുജൂദ് ചെയ്യാൻ, എന്റെ കുഞ്ഞിന് രോഗം വന്നാൽ ഒരു ജാറമോ, ഒരു മക്ബറയോ, ഒരു പുണ്യപുഷ്പമോ, ഒരു ബാവയോ, ഒരു ബീവിയോ, ഒരു തങ്ങളോ, ഒരു അമ്മയോ, ഒരു ഉപ്പാപ്പയോ ഒന്നും എന്റെ ജീവിതത്തിലില്ല. മുഴുവൻ ആരാധ്യന്മാരെയും ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണം. 2 ഇസ്ബാത്ത് ഇല്ലല്ലാഹ്, എനിക്ക് പ്രാർത്ഥിക്കാൻ ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ എന്റെ റബ്ബ് മതി. ഈ 2 റുക്ന് പാലിക്കാതെ വീടിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെച്ചിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കാര്യമില്ല പൊന്നു മുസ്ലിമേ. തൗഹീദി മൻസിലെന്ന് വീടിനു പേര് നൽകിയിട്ട് ഹൃദയത്തിൽ ആയിരക്കണക്കിന് ആരാധ്യന്മാരെ പ്രതിഷ്ഠിച്ചിട്ട് കാര്യമില്ല പൊന്നു മുസ്ലിമേ. 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അതുകൊണ്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുകൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അത് കൊണ്ടുവന്നാലോ ഒരു പേടിയും ഒരു ബേജാറും ഒരു പ്രശ്നവുമില്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. ജീവിതത്തിൽ ശിർക്കിന്റെ ഒരു അണുമണി തൂക്കം കൊണ്ടുവരാത്തവർ, അവർക്കാണ് അംന്. വിശ്വാസത്തിൽ ശിർക്ക് കലർത്താത്തവർക്കാണ് അംന്. ഒരു പ്രശ്നം ഒരു ബേജാറുമില്ല. മറ്റേതോ ഒരു ജാറത്തിൽ ചെല്ലും, കുട്ടില്ല എന്ന് പറയുമ്പോ ഒരു ജാറത്തിൽ ചെല്ലുമ്പോ വേറെ ആള് പറയും ഇന്ന് തങ്ങളെടുത്തു പോയാൽ പിന്നെ ഞങ്ങളെ അയൽവാസിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അങ്ങോട്ടോടും. പിന്നെ വേറെ സ്ഥലത്ത് ചെന്നിട്ട് ഒരു കോഴിനെ നേർച്ചയാക്കിയപ്പോ കുട്ടിനെ കിട്ടി, അപ്പൊ അവിടേക്ക് ചെല്ലും. ഒരു ഐക്കല്ല് കെട്ടിയപ്പോ കുട്ടിയെ കിട്ടി, അവിടേക്ക് ചെല്ലും. ഒരു സ്ഥലത്തും അവന് നിൽക്കാൻ കഴിയില്ല. എന്നാൽ മുസ്ലിമിനോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചൊരു മുസ്ലിമിനോ അവനൊന്നും പ്രശ്നമില്ല. ഡോക്ടർ ക്യാൻസർ ആണ് എന്ന് വിധി എഴുതിയാലും, ചെറുപ്പത്തിലെ ഉപ്പ മരണപ്പെട്ട് വിധവയായ ഉമ്മയെയും യതീമായ പെങ്ങളെയും പരിപാലിക്കേണ്ട സാഹചര്യങ്ങൾ, പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ കൺമുന്നിൽ കണ്ടാലും തീക്കനലിലേക്ക് നടന്നു പോകുമ്പോ, തീക്കുണ്ടാരത്തിലേക്ക് നടന്നു പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം ഹസ്ബി അല്ലാഹ്, അതായിരിക്കും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ. ഒന്നും പ്രശ്നമില്ല, എനിക്കെന്റെ റബ്ബുണ്ട്. അതിനേക്കാൾ വലിയൊരു ആനന്ദം, അതിനേക്കാൾ വലിയൊരു സന്തോഷം എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ആഹ്ലാദം ആർക്കുണ്ട് പ്രിയമുള്ളവരെ?
ചരിത്രത്തിലെ 2 കത്തുകളുണ്ട്. ഒന്ന് ലെനിൻ എന്ന വിപ്ലവകാരി അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അയച്ച കത്താണ്. തളർച്ച ബാധിച്ച് ശരീരത്തിന്റെ ഇടതുഭാഗം മുഴുവൻ തളർന്നു, കൈകൾ തളർന്നു, ഇടതുകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കേൾവി നഷ്ടപ്പെട്ടു. കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ലെനിൻ അയച്ച കത്ത് തന്റെ കൂട്ടുകാരന്, എനിക്കൊരൽപ്പം വിഷം നിങ്ങൾ നൽകുമോ? എന്റെ എല്ലാവിധ പോരാട്ടങ്ങളെയും എന്റെ രോഗം തകർത്തു കഴിഞ്ഞു. എന്റെ വിപ്ലവങ്ങൾ മുഴുവൻ രോഗത്തിന്റെ മുന്നിൽ ഞാൻ പണയം വച്ചിരിക്കുന്നു. രണ്ടാമത് ഈജിപ്തിലെ മുസ്തഫ സ്വബാഹി എന്നു പേരുള്ള ഒരു വിപ്ലവകാരിയുടെ കത്താണ്. മുസ്തഫ സ്വബാഹി അദ്ദേഹത്തിന്റെ ഇടതുഭാഗം തളർന്നു, ഇതുപോലെ കാഴ്ച നഷ്ടപ്പെട്ടു, ഇടതുകൈ തളർന്നു, ഇടതുകാല് തളർന്നു. കിടക്കയിൽ കിടക്കുമ്പോൾ തന്റെ 10 കൂട്ടുകാർക്ക് മുസ്തഫ സ്വബാഹി അയച്ചൊരു കത്തുണ്ട്. എന്റെ ഇടതു കണ്ണ് തളർന്നു, വലത് കണ്ണുകൊണ്ട് ഞാൻ ഖുർആൻ വായിക്കുന്നു. എന്റെ ഇടതുകൈ തളർന്നു, വലത് കൈകൾ കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ കൈകൾ നീട്ടുന്നു. ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് 10-ലധികം ഗ്രന്ഥങ്ങൾ രചിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ റബ്ബിന് സ്തുതി. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ പടച്ച റബ്ബിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു തആലയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നീട് ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? എന്തേ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അല്ലാഹു തആല നമുക്കിറക്കിയ ഒരു ഗ്രന്ഥമുണ്ട്. വീട്ടിൽ ചെന്നാൽ നല്ല തുണിയിൽ പൊതിഞ്ഞ്, നല്ല വെൽവെറ്റിന്റെ തുണിയിലൊക്കെ പൊതിഞ്ഞ് കുട്ടികളുടെ കയ്യെത്താത്തൊരു ഭാഗത്ത് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു തവണ പോലും ആ ഗ്രന്ഥമൊന്നും വായിച്ചില്ല. പരിശുദ്ധ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ പാരായണം ചെയ്ത മുസ്ലിമേ, നിനക്കെങ്ങനെ അല്ലാഹു അല്ലാത്തവന്റെ മുന്നിൽ കൈകൾ നീട്ടാൻ കഴിയും? പഠിക്കാത്തതാണ് പ്രശ്നം. 1921 ജർമ്മനിയിലെ ബെർലിനിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ജൂതനുണ്ട്. തന്റെ യാത്രയിൽ ചുറ്റുപാടുമുള്ള യാത്രക്കാരുടെ മുഖത്തേക്ക് ആ മനുഷ്യൻ മാറി മാറി നോക്കി. തന്റെ കൂടെ ഇരിക്കുന്ന ഭാര്യയോടായി അയാൾ ചോദിച്ചു, എന്തേ ആളുകളുടെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ലാത്തത്? ആളുകളെല്ലാവരും പരിഭ്രാന്തരാണല്ലോ. എവിടേക്കാണ് നമ്മുടെ ഈ ഓട്ടം? ആളുകൾ എവിടേക്കാണ് ഈ ഓടുന്നത്? ഭാര്യയുടെ ഉത്തരം ഒരു മൗനമായിരുന്നു. രാത്രി വീട്ടിലേക്കെത്തി വീണ്ടും വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു, എവിടേക്കാണ് എന്റെ ഓട്ടം? ഭക്ഷണപ്പൊതി മുന്നിലെത്തിയപ്പോ ആ ഭക്ഷണപ്പൊതിയിൽ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ കണ്ടു. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മനുഷ്യർ പെരുമ നടിക്കുകയാണ്. എന്റെ മോന് ഡോക്ടറാണ്, മകള് ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ഇന്ന തറവാടാണ്, ഇത്ര സ്വത്തുണ്ട്, ഇന്ന വാഹനം. പെരുമയിലാണ് മനുഷ്യർ. എല്ലാ പെരുമയും എല്ലാ യാത്രകളും ഹത്താ സുർതുമുൽ മഖാബിർ. 3 കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നതുവരെ. ഭാര്യയെ വിളിച്ചു ആ മനുഷ്യൻ, പ്രിയപ്പെട്ടവളെ, ഇതല്ലേ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം? എനിക്കറിയേണ്ട ചോദ്യത്തിന്റെ ഉത്തരം ഇതല്ലേ? എന്താണ് ഈ ഹോളി ഖുർആൻ? ഏതാണ് ഈ ഗ്രന്ഥം? അദ്ദേഹം പറയുകയാണ്, 1.5 മാസക്കാലം ഞാൻ ഹോളി ഖുർആൻ തിരഞ്ഞു നടന്നു. കൈകളിൽ കിട്ടി. തുടക്കത്തിൽ അടുക്കും ചിട്ടയുമില്ലാത്ത ചില വാക്കുകളായിരുന്നുവെങ്കിൽ പിന്നീട് പരിശുദ്ധ ഖുർആനിന് മുന്നിൽ ഹൃദയം തുറന്നു വെച്ചപ്പോ കരയുന്ന കുഞ്ഞിന് അമ്മയുടെ വാക്കുകൾ, അമ്മയുടെ ലാളനകൾ എത്ര ആനന്ദമാണോ അതുപോലെ ആനന്ദമായി തീർന്നു എനിക്ക്. ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയപ്പോൾ കരയുന്ന കുഞ്ഞിന് അമ്മയുടെ വാക്കുകൾ എത്ര സന്തോഷം പകരുന്നുവോ, ഓരോ വരികളും എനിക്ക് ആനന്ദമായി എന്നോട് സംസാരിക്കുകയായിരുന്നു എന്റെ റബ്ബ്. ഖുർആനിലെ ഓരോ വരികളിലും ഞാൻ എന്നോട് സംസാരിക്കുന്ന എന്റെ റബ്ബിനെ കണ്ടു.
ആ മനുഷ്യനാണ് മുഹമ്മദുൽ അസദ്. 40-ലധികം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ രചിച്ച ദ റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥം രചിച്ച മുഹമ്മദുൽ അസദ് പരിശുദ്ധ ഖുർആനിന് മുന്നിൽ ഹൃദയം തുറന്നു വെച്ചപ്പോ മാറി, പ്രിയമുള്ളവരെ, അടുത്തൊരു സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് 30ാമത്തെ വയസ്സിലാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അമാനി മൗലവിയുടെ തൊടികപ്പുലത്തെ ചെറിയ പള്ളിയിൽ ഇരുന്നു കൊണ്ട് 14-ലധികം വരുന്ന അറബി തഫ്സീറുകൾ തുറന്നുവെച്ച്, ഇംഗ്ലീഷ് തഫ്സീറുകൾ തുറന്നുവെച്ച്, ഉറുദു തഫ്സീറുകൾ തുറന്നുവെച്ച് അമാനി മൗലവി എന്ന മനുഷ്യൻ തയ്യാറാക്കിയ തഫ്സീർ 5 തവണ ഞാൻ വായിച്ചു തീർത്തു. അറബി ഭാഷ ഞാൻ പഠിച്ചു. പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഞാൻ എന്റെ കൈകൾ കൊണ്ട് എഴുതി തീർത്തു. 40, 50, 60 വയസ്സുകൾ കഴിഞ്ഞ എരുമേലിയിലെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമസ്കാരത്തിൽ ഒന്ന് ഇമാം നിർത്തിയാൽ 10 ആയത്തിൽ കൂടുതൽ ആയത്തോതാൻ നമുക്ക് സാധിക്കുമോ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയുമോ? എത്ര കാലങ്ങളായി നമ്മൾ ഫാത്തിഹ കേൾക്കുന്നു. ഇമാമിന് സൂറത്ത് ഓതുമ്പോ ആ സൂറത്തിലിറങ്ങിയിട്ടുള്ള ആശയം ഇന്നതാണ് എന്നെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമോ? ഒരു വിസ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാത്ത ഭാഷയിലാണെങ്കിൽ നമ്മൾ ഇറങ്ങി ഓടും, അല്ലേ? ആർക്കാണ് അറിയുക? അവിടെ ചെന്നത് വായിക്കും. ഒന്നും വേണ്ട, ഒരു മൊബൈലിൽ ഒരു മെസ്സേജ് വന്നാൽ, ഒരു ഇംഗ്ലീഷിൽ ഒരു മെസ്സേജ് വന്നാൽ മകനെ വിളിച്ച് കാണിച്ചു കൊടുക്കും. സമയമില്ല എന്നാണ് നമ്മുടെ പരാതി. ഖുർആൻ പഠിക്കാൻ സമയമില്ല എന്നാണ്. ഒരു ദിവസം വാട്സപ്പിൽ 1 മണിക്കൂർ, ഫേസ്ബുക്കിൽ 1/2 മണിക്കൂർ, അങ്ങാടിയിൽ കഥ പറഞ്ഞിരിക്കാൻ 1 മണിക്കൂർ, പത്രം വായിക്കാൻ 20 മിനിറ്റ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരു ദിവസത്തിൽ 1 പേജ് പാരായണം ചെയ്യാൻ ഖുർആനിന്റെ അനുയായികൾക്ക് സമയമില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു ദിവസത്തിൽ 1 ആയത്ത് പഠിക്കാൻ ഉമ്മത്ത് മുഹമ്മദിന് സമയമില്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ. ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചേക്കുകയാണോ മനുഷ്യരെ? ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചേക്കുകയാണോ ഖുർആൻ പഠിക്കാതെ, ചിന്തിക്കാതെ? പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം നമ്മളോടാണ് എങ്കിൽ, എരുമേലിയിലെ ഏറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നു മുസ്ലിമീങ്ങളെ, ഖുർആൻ പഠിക്കുക, വായിക്കുക. നിങ്ങൾക്ക് കാണാം കാരുണ്യവാനായ റബ്ബിനെ, പ്രാർത്ഥന കേൾക്കുന്ന റബ്ബിനെ, സമീപസ്ഥനായ റബ്ബിനെ, റഹ്മാനായ റബ്ബിനെ. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ ചിലര് പറയൽ എന്താണെന്നറിയോ? സത്യം അസത്യമൊന്നും മനസ്സിലാവണില്ല. ഒരാള് പറയും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, വേറെ ആൾക്കാർ പറയും മഹാന്മാര് വേണം, ബാക്കിയുള്ളവര് പറയും പിന്നെ എല്ലാവരും വേണം, എല്ലതും ശരിയാണ്, ഞങ്ങൾക്കതൊന്നും മനസ്സിലാകണില്ല എന്ന്. എത്ര പാർട്ടികളാണ്, എത്ര പാർട്ടികളാണ്, എത്ര സംഘങ്ങളാണ്. സത്യം മനസ്സിലാക്കാൻ സഹോദരന്മാരെ 2 മണിക്കൂറിന്റെ വയല് വേണ്ട, ഒരു 10 പേജിന്റെ പുസ്തകം വേണ്ട. പരിശുദ്ധ ഖുർആനിലെ ഒരേ ഒരായത്ത്, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അല്ലാഹുവാണ് ഹഖ്, വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം ബാത്തിലാണ്. അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്നവരെന്നാണ് ഖുർആൻ പറഞ്ഞതെങ്കിൽ നമുക്ക് എന്തു പറയാം? പ്രാർത്ഥന ഇബാദത്തിൽ പെടൂല. ഞങ്ങൾ ഇസ്തിഗാസ നടത്തണുള്ളൂ, ഇസ്തിയാന നടത്തണുള്ളൂ. ഇവിടെ പറഞ്ഞത് ഇബാദത്തല്ലേ, ഇസ്തിഗാസ ഇബാദത്തല്ല എന്നൊക്കെ പറയാം. ഖുർആൻ എന്താ പറഞ്ഞത്? വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. അല്ലാഹുവിന് പുറമെ ദുആ ചെയ്യുന്നവരെല്ലാം ബാത്തിലാണ്.
എത്ര കൃത്യമാണ് സഹോദരന്മാരെ വിഷയം. ഇനി ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇതിനേക്കാൾ സിമ്പിളായി പറയാൻ എനിക്ക് കഴിയൂല. 1ാം ക്ലാസ്സിലെ അധ്യാപകൻ ബോർഡിൽ എന്ത് ചെയ്തു? കണക്ക് അധ്യാപകൻ വന്ന് 1 എന്ന് ബോർഡിൽ എഴുതി കുട്ടികളെ പഠിപ്പിച്ചു പോയി. ശ്രദ്ധിക്കണേ, പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിൽ വന്നു. തലേ ദിവസത്തെ ക്ലാസ്സിൽ ഇരിക്കാത്ത 3 കുട്ടികളാണ് ആദ്യം ക്ലാസ്സിലെത്തിയത്. അപ്പൊ അതിൽ 1ാമത്തവൻ പറയാണ്, ഇന്നലെ ഇംഗ്ലീഷ് മാഷ് ഐ എന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഐ എന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. മറ്റവൻ പറയാം, അല്ല അത് ഡ്രോയിങ് മാഷ് ഒരു വര വരച്ചു പോയതാണ്. മൂന്നാമത്തവൻ പറയാണ്, നിങ്ങൾ 2 ആള് പറഞ്ഞതും തെറ്റാണ്, അത് അലിഫ് എന്ന് അറബി മാഷ് പഠിപ്പിച്ചതാണ്. ഒരു ഭയങ്കര തർക്കം, കഴുത്തിന് പിടിച്ച് നിലത്തിട്ട് ചവിട്ടി കോളറൊക്കെ കീറി ഭയങ്കര കച്ചറോട് കച്ചറ. ഇപ്പൊ കൂടെ ഇരിക്കണ ഒരുത്തം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ചെങ്ങായിമാരെ തല്ലൂടണം? നിങ്ങൾ 3 ആളും ക്ലാസ്സിലില്ല, ക്ലാസ്സിലുള്ളവരാണല്ലോ ഇരിക്കുന്നത്, അവരോട് ചോദിച്ചു നോക്കി. ഇപ്പൊ ക്ലാസ്സിലുള്ള ഒരുത്തം പറഞ്ഞു, എടാ അത് അലിഫും അല്ല വര വരച്ചതുമല്ല അയ്യുമല്ല കണക്ക് മാഷ് 1 എഴുതിയതാണ്. പ്രശ്നം തീർന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയത്തുകൾ ഓതുന്നു. വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിൻ റസുലിനാ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കാൻ ആയത്ത്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ സഹോദരന്മാരെ, ഖുർആനില് സൂറത്തുൽ മക്കി മദനി അതല്ലേ ഉള്ളൂ, അല്ലാതെ സൂറത്തുൽ കാലിക്കൂത്തി സൂറത്തുൽ മലൈബാരി അങ്ങനൊന്നും ഇല്ലല്ലോ. മലബാറിൽ അവതരിച്ചൊരു സൂറത്തും കോഴിക്കോട് അവതരിച്ചൊരു സൂറത്തും ഇടുക്കിയിൽ അവതരിച്ചൊരു സൂറത്തൊന്നും ഇല്ല. മക്ക മദീന. ആദ്യം കേട്ടത് സ്വഹാബാക്കളാണ്. ആദ്യം കേട്ടത് സ്വഹാബാക്കൾ. ഈ ആയത്തു കേട്ടതിൽ ഏതെങ്കിലും ഒരു സ്വഹാബി ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് പ്രാർത്ഥിച്ചോ? സഹായം തേടിയോ? പിന്നെ എന്തായിരുന്നു? ചാട്ടവാറുകൾ കൊണ്ട് പൊതിരെ തല്ലി കൈകൾ രണ്ടും ബന്ധിപ്പിച്ച് തെൻഈം കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ മുസ്ലിമായിട്ടാണ് എന്റെ മരണമെങ്കിൽ എവിടേക്ക് എന്റെ തല ചേതനയറ്റു വീണാലും പ്രശ്നമില്ല. അതായിരുന്നു സ്വഹാബത്തിന്റെ ഈമാൻ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വിലയിരുത്താനാണ്. മരണപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിൽക്കുന്നത് ഹക്കിലാണോ ബാത്തിലിലാണോ എന്ന് ഒന്ന് ചിന്തിക്കാൻ പ്രിയമുള്ളവരെ ഈ ഒരു അവസരത്തിൽ നാം തയ്യാറാകേണ്ടതുണ്ട്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ചരിത്രം സൃഷ്ടിക്കേണ്ടവരാണ്. എരുമേലിയിലെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള ചെറുപ്പക്കാരോട് യുവാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു സംസാരം ചരിത്രമാകണം. ഈ ഒരു കൂടിച്ചേരൽ ചരിത്രമാകണം. ചരിത്രം സൃഷ്ടിച്ച നമ്മുടെ മുൻഗാമികളുണ്ട്. ഇരുട്ട് നിറഞ്ഞ ലോകത്ത് പ്രകാശത്തിന്റെ പ്രോജ്വല പ്രകാശത്തിന്റെ വക്താക്കളായി അവര് മാറി. ആരുമില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റക്കാണല്ലോ എന്നൊന്നും ആലോചിച്ചില്ല. അവരവരുടെ കൈകളിലുള്ള മെഴുകുതിരിവട്ടവുമായി അന്ധകാരത്തിലേക്ക് ഇറങ്ങി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മാലിക് ബിൻ ദീനാറും കൂട്ടരും കേരളത്തിലേക്ക് കടന്നു വരുമ്പോ, കേരളത്തിലേക്ക് യാത്ര തിരിക്കുമ്പോ, ചെറിയ പാഴക്കപ്പലിൽ കയറിയിരിക്കുമ്പോ കൈകൾ പിടിച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ വീട്ടിലില്ലേ? തൊട്ടിലുറങ്ങുന്ന ഒരു ചോര പൈതൽ അദ്ദേഹത്തിന്റെ വീട്ടിലുമില്ലേ? കപ്പലിൽ യാത്ര തിരിക്കുമ്പോ അങ്ങകലെ വിദൂരതകളിൽ തന്റെ ചെറിയ കൂര മറയുന്നത് നിറമിഴികളോടുകൂടെ അദ്ദേഹം കണ്ടിട്ടില്ലേ? പക്ഷേ തിരമാലകളോട് മല്ലിട്ട് തസ്ബീഹും തഹ്ലീലും തക്ബീറും ഭക്ഷണമാക്കി ആഴിക്കടലിൽ അവർ യാത്ര തിരിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാറങ്ങളും മക്ബറകളും തയച്ചു വളരുമ്പോ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, മരണത്തിനപ്പുറത്ത് നമ്മുടെ ഖബറിലേക്ക് എന്തെങ്കിലും ഒന്ന് ചേർത്തു വെക്കാൻ പ്രിയമുള്ളവരെ തയ്യാറാകണം.
ആരാ? ഹംദല റളിയല്ലാഹു തആല അൻഹു. കല്യാണം കഴിക്കാനുള്ള ആഗ്രഹവുമായി മദീനയിലെ ഓരോ വീട്ടിലും ചെന്നു. ആരും തയ്യാറല്ല. കറുകറുത്ത വിരൂപിയായ ഹംദലക്ക് പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഒരു ഉപ്പയും തയ്യാറായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലേ, കല്യാണം കഴിക്കാൻ ഹംദലക്ക് ആഗ്രഹമുണ്ട്. ദാ മദീനയിലെ ഇന്ന വീട്ടിൽ ചെന്നു പറയുക. പോകുമ്പോ ഉറപ്പാണ് ആ കല്യാണം നടക്കാൻ സാധ്യതയൊന്നുമില്ല. ഇത്ര വിരൂപിയായ കറുകറുത്ത മനുഷ്യന്, തറവാടിത്തമുള്ള കുലീന കുടുംബത്തിലെ പെണ്ണിനെ കിട്ടാൻ സാധ്യതയില്ല. ചെന്നു. ഒരു മറയുടെ പിറകിൽ നിന്നൊരു പെണ്ണിന്റെ ശബ്ദം, ഉപ്പാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് തെരഞ്ഞെടുത്തത് ഇദ്ദേഹത്തെയാണെങ്കിൽ എനിക്കിഷ്ടമാണ് ഉപ്പാ. അങ്ങനെയാണ് കല്യാണം കഴിയുന്നത്. കല്യാണം കഴിഞ്ഞാൽ 7 ദിവസം ഇസ്ലാമിൽ ചെറിയൊരു ഇളവുണ്ട്. ദഅ്വാരംഗത്തു നിന്നും മറ്റും 7 ദിവസം ഒരു ഇളവുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും യുദ്ധത്തിന് പുറപ്പെട്ടതറിഞ്ഞിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി മധുവിധു പങ്കിടുന്ന സമയത്ത് സ്വഹാബത്തിന്റെ കുതിരക്കുളമ്പടി കേട്ട് പ്രിയപ്പെട്ട പെണ്ണിന്റെ നെറ്റിയിൽ ചുംബനം നൽകി, പ്രിയപ്പെട്ടവളെ, റബ്ബിന്റെ തീരുമാനം ഉഹദിന്റെ മണ്ണിൽ ഷഹീദാകാമെന്നാണ് എങ്കിൽ നാളെ പരലോകത്തു വെച്ച് കണ്ടുമുട്ടാം, അല്ല എങ്കിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടിയ ഹംദല റളിയല്ലാഹു തആല അൻഹു. എവിടെയാണ് സഹോദരന്മാരെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നാട്ടിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുമ്പോൾ പടച്ച റബ്ബാരാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് ഉമ്മത്ത് മുഹമ്മദിന് അറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കച്ചവടം ഒരു 10 ആളായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു 100 ആളാകട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങാം, ലേ, നമ്മൾ മടിച്ചു നിൽക്കാണ്. അറിയുമോ, അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു തആല അൻഹുവിനെ എത്ര വയസ്സായിരുന്നു? ഇസ്ലാമിന്റെ തുടക്കത്തിലെ സ്വഹാബാക്കളുടെ പ്രായമൊന്ന് പഠിക്കണം മുസ്ലിം ഉമ്മത്ത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ 40 കഴിഞ്ഞ ഏത് സ്വഹാബിയുണ്ട്? വളരെ വിരളമാണ്. അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ തുടക്കത്തിൽ മുഹമ്മദും കൂട്ടരും ഒരുമിച്ചു കൂടി എന്നറിഞ്ഞാൽ ആ ഒരുമിച്ചു കൂടിയ വീടും ആ മനുഷ്യനെയും തീയിട്ടു കരിക്കാൻ മാത്രം ദേഷ്യമുണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക്. ആ സമയത്ത് നബിയെ, അർഖമിന്റെ വീട് നൽകാം. 16 വയസ്സുകാരന്റെ പ്രഖ്യാപനം. മീശ മുളച്ചിട്ടില്ല, താടി മുളച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശൂരക്ക് വേണ്ടി എന്റെ വീട് ഒരുക്കമാണ് പ്രവാചകരെ. ഇതാണ് ഇറങ്ങി വരാന്ന് പറഞ്ഞാൽ. സമൂഹം തെറ്റിലാണ് എന്നറിയുമ്പോ, സമൂഹം ശിർക്കിലാണ് എന്നറിയുമ്പോ, താൻ സ്നേഹിക്കുന്നവർ നരകത്തിലേക്കുള്ള വഴിയിലാണ് എന്നറിയുമ്പോ ഗുണകാംക്ഷയുള്ള ഒരു മുസ്ലിമിന് സഹിക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഉമർ റളിയല്ലാഹു തന്റെ ചരിത്രം വായിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു പാതിരിയായ മനുഷ്യനെ കണ്ടു. ഉമർ റളിയല്ലാഹു തന്റെ കണ്ണ് നനയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, ഉമറേ, എന്തിനാണ് അങ്ങ് കരയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് കരയുന്നത്? ആ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയല്ലേ, നിങ്ങൾ കരയുകയാണോ? റളിയല്ലാഹു തന്റെ മറുപടി, നിങ്ങൾ ആ മനുഷ്യന്റെ ശരീരം ശ്രദ്ധിച്ചോ? കൈകൾ ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്, വാർദ്ധക്യത്തിലാണ്. ആ മനുഷ്യൻ ഒരു പാതിരിയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. എല്ലാവരും ഉറങ്ങുന്ന രാത്രിയിൽ കരയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? പരലോകം കിട്ടാൻ. പരിശുദ്ധ ഖുർആനിലെ 4 ആയത്തുകൾ ഉമർ ആലോചിക്കുകയാണ്. ഈ മനുഷ്യൻ നാളെ പരലോകത്തു വരും. ഒരുപാട് അമലുകളുമായി വന്നിട്ടും ചൂടേറിയ നരകത്തിലേക്ക് എറിയപ്പെടുമല്ലോ. പൊന്നു മുസ്ലിമീങ്ങളെ,
ജാറത്തിന്റെ മുന്നിൽ ചെന്ന് പൊട്ടിക്കരയുന്ന മുസ്ലിമിനെ കാണുമ്പോ, തേങ്ങയുടക്കുന്ന മുസ്ലിമിനെ കാണുമ്പോ, വിഗ്രഹത്തിന്റെ മുന്നിൽ കൈകൾ നീട്ടുന്ന പൊട്ടിക്കരയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കാണുമ്പോ മുസ്ലിമിന്റെ ഹൃദയം പിടക്കണം. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളറിയുന്ന ഒരാള് പോലും നരകത്തിലേക്ക് എത്തരുത് എന്ന ഗുണകാംക്ഷയായിരിക്കണം നമുക്ക് വേണ്ടത്. സഹോദരന്മാരെ, ചരിത്രത്തിൽ നമ്മുടെ മുൻഗാമികൾ ഒരുപാട് ദൗത്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. അവരിറങ്ങുകയായിരുന്നു. അവർക്ക് വയസ്സും പ്രായവും ഒന്നും പ്രശ്നമായിട്ടില്ല. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല യാത്ര തിരിക്കുമ്പോ വയസ്സ് 18-ൽ താഴെയാണ്. ഇന്നക തഖദുമു അലാ ഖൗമി അഹ്ലിൽ കിതാബ് ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇബാദത്തുല്ലാഹ്. യമനിൽ ചെന്ന് അല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോ 18 വയസ്സിൽ താഴെയാണ് പ്രായം. മദീനയിലെ പ്രബോധനം കഴിഞ്ഞ് മക്കയിലേക്ക് വന്നുകൊണ്ട് നബിയെ മക്കയിൽ ചെന്നു പ്രബോധനം നടത്തി. മക്കയിലെ ഒരു വീട്ടിൽ പോലും പടച്ച റബ്ബാരാണ് എന്ന് അറിയാത്തവരില്ല എന്ന് മുസ്അബ് ഇബ്നു ഉമൈർ പ്രഖ്യാപിക്കുമ്പോ ചെറുപ്പക്കാരനായിരുന്നു. നമ്മളോ പ്രിയമുള്ളവരെ, നമ്മൾ എവിടെ നിൽക്കുന്നു? ഈ ഉമ്മത്തിന് വേണ്ടി എന്തു ചെയ്തു പ്രിയമുള്ളവരെ? നമ്മുടെ ഖബറിലേക്ക് വേണ്ടി എന്തു ചെയ്തു പ്രിയമുള്ളവരെ? നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി എന്തു ചെയ്തു? എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. നമ്മളിവിടെ നിർഭയരാണ്. എത്ര സ്വാതന്ത്ര്യമുള്ള മണ്ണ്! ഫലസ്തീനിലെ പൊട്ടിത്തെറിച്ച തലയോട്ടി പിടിച്ചുകൊണ്ട് ഒരു ഫലസ്തീനി ഡോക്ടർ ചാനലിന്റെ മുന്നിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മർതഖബതു ഹാദിഹി തിഫ്ലതു സഗീർ വമാ യഅരിഫുഹാ മഅനൽ ഹയാത്ത്. ഒബാമ, ബാൻ കി മൂൺ, നിങ്ങൾ മറുപടി പറയണം. ഈ ചെറിയ കുട്ടി എന്തു തെറ്റ് ചെയ്തു? ജീവിതത്തിന്റെ അർത്ഥങ്ങൾ പോലും അറിയാത്ത ഈ പിഞ്ചുബാലനെ എന്തിനു നിങ്ങൾ പറിച്ചെടുത്തു? ഫലസ്തീനിലെ ചാവേർ ആക്രമണത്തിൽ, മിസൈൽ ആക്രമണത്തിൽ 2 കൈകളും 2 കാലും നഷ്ടപ്പെട്ട 4 വയസ്സുകാരനോട് ചാനലുകാരുടെ ചോദ്യം, മോൻ ആരാണുള്ളത്? ആ കുട്ടിയുടെ മറുപടി, എനിക്കൊരു ഉപ്പച്ചിയുണ്ട്. മോന്റെ ഉപ്പച്ചി എവിടെ? എന്റെ ഉപ്പച്ചി മരണപ്പെട്ടു. മോന് പിന്നെ ആരാണുള്ളത്? എനിക്കൊരു ഉമ്മച്ചിയുണ്ട്. മോന്റെ ഉമ്മച്ചി എവിടെ? എന്റെ ഉമ്മച്ചിയും മരണപ്പെട്ടു. മോന് പിന്നെ ആരുണ്ട്? ഒരു ചെറിയ അനുജനുണ്ട്. അവനെവിടെ? അവനും മരണപ്പെട്ടു. മോന്റെ വീട്ടിൽ പിന്നെ ആരുണ്ട്? ഒരു കൊച്ചു പെങ്ങളുണ്ട്. അവളെവിടെ? അവളും മരണപ്പെട്ടു. ആകാശത്തിന് ചുവട്ടിൽ അവന് സ്വന്തമെന്ന് പറയാൻ അവൻ മാത്രം. ആകാശത്തിന് ചുവട്ടിൽ അവന് സ്വന്തമെന്ന് പറയാൻ അവൻ മാത്രം. പ്രിയമുള്ളവരെ, ഈ മണ്ണിൽ നമ്മൾ നിർഭയരാണ് എങ്കിൽ, പടച്ച റബ്ബിനെ പറ്റി പറയാൻ ഒരുക്കമല്ല എങ്കിൽ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, വല്ലാഹി ഈ നിഅമത്ത് ചോദ്യം ചെയ്യും, ഈ അനുഗ്രഹം ചോദ്യം ചെയ്യും. യാ അയ്യുഹൽ മുദ്ദത്തിർ, മൂടി പുതച്ച് കിടക്കുന്നവരെ, ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക, റബ്ബിനെ കുറിച്ച് താക്കീര് നൽകുക. പുതപ്പ് മാറ്റണം. കച്ചവടത്തിന്റെ പുതപ്പ് മാറ്റണം. സമൂഹത്തിന്റെ പുതപ്പ് മാറ്റണം. കുടുംബമാകുന്ന പുതപ്പ് മാറ്റണം. വ്യാപാരമാകുന്ന പുതപ്പ് മാറ്റണം. സമൂഹത്തിലേക്ക് ഇറങ്ങി അത്യുദാരനായി റബ്ബിനെ പറയാൻ, പ്രിയമുള്ളവരെ, ശിർക്കും അനാചാരങ്ങളും തകർത്തുവായുന്ന ഈ കാലഘട്ടത്തിൽ അലൈസ മിൻകും റജുലുൻ റശീദ്, റബ്ബിനെ പറ്റി പറയാൻ ആണത്തമുള്ളവരെവിടെ? സഹോദരന്മാരെ, ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതം കൊണ്ട് തെളിയിക്കാൻ സാധിക്കണം. ഒരു വിത്ത്, ആ വിത്ത് ഒരു കോൺക്രീറ്റിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അതെന്താ, കുറച്ചു കഴിഞ്ഞാൽ ഒരു കറുത്ത പുള്ളി വീഴും. പിന്നീട് അത് കേടുവന്നു പോകും. ആർക്കൊരു ഉപകാരം ഉണ്ടാകൂല. ആ വിത്ത് മണ്ണിലേക്ക് എറിഞ്ഞാലോ അതൊരു വലിയ പടുവൃക്ഷമായി മാറും. ആ പടുവൃക്ഷത്തിൽ നിന്ന് ആയിരക്കണക്കിനും മരങ്ങൾ കിളിർക്കും. നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങണം.
നമ്മുടെ കച്ചവടവും നമ്മുടെ കുടുംബവുമായി സമൂഹത്തിൽ നമ്മുടെ വീട്ടിലിരുന്നിട്ട് സഹോദരന്മാരെ പട്ടിയും പൂച്ചയൊക്കെ ചത്തുപോകുന്ന രൂപത്തിൽ മരിച്ചു തീരുന്നല്ലാതെ ജീവിതത്തിനൊരു അർത്ഥമില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിന്റെ മുന്നിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായി മാറുക. തൃശൂർ ജില്ലയിലെ അറിയപ്പെട്ട ഒരു കവയത്രിയാണ് ബാലാമണിയമ്മ. അവരുടെ കവിതകൾ മലയാള സാഹിത്യ ലോകത്തിൽ പ്രസിദ്ധമാണ്. അവരുടെ മകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കവിതയെ സ്നേഹിച്ചു. അക്ഷരങ്ങളായിരുന്നു കൂട്ട്. അക്ഷരങ്ങളുടെ ലോകത്തിലെ വാനമ്പാടിയായി. പിന്നീട് മുംബൈയിലേക്ക് താമസം മാറിയപ്പോൾ എഴുത്ത് ഇംഗ്ലീഷിലേക്കും മാറി. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കേട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു. അവർ പുതിയ പേര് സ്വീകരിച്ചു, സുരയ്യ. സുരയ്യ എന്ന് പറഞ്ഞാൽ വെള്ളി നക്ഷത്രം. മലയാളികളുടെ മാധവിക്കുട്ടി, ലോക സാഹിത്യത്തിലെ കമലാദാസ് കമല സുരയ്യയായി മാറി. ആ കമല സുരയ്യ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു പത്രപ്രവർത്തകർ നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും ഒരു പരിശുദ്ധ ഖുർആൻ എന്റെ കൈകളിൽ നൽകിയിരുന്നുവെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇസ്ലാമിനെ പുൽകുമായിരുന്നു. 10 വർഷം മുമ്പ് ആരെങ്കിലും എന്റെ റബ്ബിനെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ സ്വീകരിക്കുമായിരുന്നു. ഈ വിരൽ ചൂണ്ടലുകൾ നമ്മുടെ നെഞ്ചിലേക്കാണ് പ്രിയമുള്ളവരെ. ഒരു സുരയ്യയുടെ വിരൽ ചൂണ്ടലല്ല. നമ്മുടെ ചുറ്റുപാടുകൾ ജീവിക്കുന്ന ആയിരങ്ങൾ നാളെ പരലോകത്ത് നമ്മുടെ നേരെ വിരൽ ചൂണ്ടാതിരിക്കണമെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏത് സമയത്തും മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എടുത്ത് താനാളൂർ എന്ന സ്ഥലത്തൊരു വലിയ പണക്കാരന്റെ മരണവാർത്ത കേട്ട് രാത്രി ഞാൻ അവിടെ ചെന്നു. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചു. അതിശക്തമായ പേമാരി പെയ്തിറങ്ങി. ഇടിവെട്ടി മഴ പെയ്തപ്പോ ചുറ്റും കൂടിയ മയ്യത്തിന്റെ കൂടെ വന്ന ആളുകളൊക്കെ ഓരോ ഭാഗത്തേക്ക് മാറി നിന്നു. ചിലര് പള്ളിയിൽ കയറി നിന്നു, ചിലര് മരത്തിന്റെ ഭാഗത്ത് നിന്നു. കുറഞ്ഞ ആളുകൾ മാത്രം മയ്യത്തിന്റെ കൂടെ. വളരെ പെട്ടെന്ന് ഖബറിന്റെ പണി പൂർത്തിയാക്കി. മഴവെള്ളം കുത്തിയൊലിച്ച് ഖബറിലേക്ക് എത്തുകയാണ്. ഖബറിന്റെ പണി പൂർത്തിയായപ്പോ എനിക്ക് ഉറപ്പാണ് ഖബറിന്റെ പകുതിയെങ്കിലും വെള്ളത്തിലാണ്. ഖബറിന്റെ പകുതി വെള്ളത്തിലാണ്. 3 നില കെട്ടിടത്തിൽ താമസിക്കുന്ന നല്ല വാഹനമുള്ള 4 മക്കളുള്ള ഒരു മനുഷ്യൻ. മക്കള് വീട്ടിലുണ്ട്. ഒരു മോനും തോന്നിയിട്ടില്ല ഉപ്പാന്റെ ഖബറിന്റെ മുകളില് ഒരു ചെറിയൊരു ടെന്റ് കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പച്ചിക്ക് വേണ്ടി ഒരു ചെറിയൊരു വീട് നല്ല ടൈൽസ് ഒക്കെ ഇട്ട്, ഏതായാലും നമ്മളെ പോറ്റു വളർത്തിയതല്ലേ, ഒരു മോനും തോന്നിയിട്ടില്ല. ഒരു സഹോദരൻ പറഞ്ഞൊരു കഥ ഉണ്ട്, വല്ലാത്തൊരു അത്ഭുതം തോന്നി. അദ്ദേഹം പറയാണ്, ഒരു പെണ്ണെപ്പോഴും പറയുന്നതാണ്, ഞാൻ മരിച്ച കഥയാണ്, പക്ഷെ ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ഞാനില്ലാതെ വീട്ടിലൊന്നും നടക്കൂല. ഞാനില്ലാതെ എന്റെ ഭർത്താവ് വസ്ത്രം അലക്കി കൊടുക്കണം, വസ്ത്രം അയൺ ചെയ്തു കൊടുക്കണം, മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. എപ്പോഴും എന്റെ ഒരു ശബ്ദമാണ്, ഞാനില്ലെങ്കിൽ വീട്ടിലൊന്നും നടക്കൂല എന്ന്. ആ പെണ്ണും മരിച്ചിട്ട് ആ പെണ്ണ് മരണത്തിന് ശേഷം ഒന്ന് വന്നു എന്നാണ് ഒരു കഥയാണ്. വന്നു നോക്കിയപ്പോ വസ്ത്രം അലക്കാത്ത ഭർത്താവ് സ്വന്തം വസ്ത്രം അയൺ ചെയ്ത്, അതിനു മുമ്പ് ഭാര്യ വസ്ത്രത്തിന്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കണം. ഭർത്താവ് വസ്ത്രം അലക്കുന്നു, ഭർത്താവ് വസ്ത്രം അയൺ ചെയ്ത് സ്വന്തം ധരിക്കുന്നു. പാത്രം ഭക്ഷണം കഴിച്ചാൽ പാത്രം ടേബിളിൽ വെച്ചു പോകുന്ന മക്കൾ സ്വന്തമായി പ്ലേറ്റ് എടുത്ത് കഴുകുന്നു എന്നാണ്. ആ പെണ്ണ് അവസാനം പറഞ്ഞു എന്നാണ്, ഞാനില്ലാത്തത് കൊണ്ട് നഷ്ടം എനിക്ക് മാത്രം. ഒരു കഥയാണ്. നമ്മുടെ ഒരു ധാരണ അങ്ങനെയാണ്. നമ്മൾ പലർക്കും വേണ്ടി ജീവിക്കാൻ. നമ്മോട് ആരെങ്കിലൊക്കെ ചോദിക്കൂലേ, എടാ എന്താണ് അപ്പൊ എന്റെ സമ്പത്ത്, എന്താ സമ്പത്ത് ഉള്ളത്, എന്താ നിന്റെ സമ്പത്ത്? നമ്മളെന്താ പറയാ, അൽഹംദുലില്ലാഹ് 2 കടയുണ്ട്, ഒരു ബൈക്ക് ഉണ്ട്, ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, പിന്നെ എന്നെ അപ്പുറത്തൊരു ബിസിനസ്സിൽ ഒരു ഷെയർ ഉണ്ട്. നമ്മൾ പറയുന്നത് ആരുടെ സമ്പത്താണ്?
ആളുകൾ ചോദിച്ചത് നമ്മുടെ സമ്പത്താണ്. നമ്മൾ പറഞ്ഞത് നമ്മുടെ സമ്പത്തല്ല. മരിച്ച് 6 അടി മണ്ണിലേക്ക് വെക്കുന്നതോടുകൂടെ അത് നമ്മുടെ കുടുംബക്കാരുടെ സമ്പത്താണ്. ഈ തോട്ടവും ബംഗ്ലാവും കാറും ഒന്നും നമ്മുടേതല്ല. മരിച്ചു കഴിഞ്ഞാൽ ഫോണ് മക്കൾ എടുക്കും. 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും മക്കൾ തുല്യമായി വീരിച്ചു വെക്കും. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ പ്രിയമുള്ളവരെ, നമ്മൾ എന്തു ചെയ്തു? അതാണ് നമ്മുടെ സമ്പത്ത്. അലി റളിയല്ലാഹു തആല ഖബറിന്റെ അരികിൽ വന്ന് പറഞ്ഞില്ലേ, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ, മരണപ്പെട്ട് കിടക്കുന്നവരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അഖ്ബാറുമാ ഇൻദനാ മിൻകും, ചില വാർത്തകൾ അലി അറിഞ്ഞിട്ടുണ്ട്. ചില വാർത്തകൾ അറിഞ്ഞതുകൊണ്ടാണ് ഈ ഖബറിനരികിലേക്ക് ഞാൻ എത്തിയത്. അലി റളിയല്ലാഹു തആല പറയാണ്, മരണപ്പെട്ട് കിടക്കുന്നവരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾക്കറിയുമോ അന്ന നിസാഅകും ഖദ് തസവ്വജ്ന, നിങ്ങളുടെ ഭാര്യമാരുടെ കല്യാണം കഴിഞ്ഞു. 20-30 കൊല്ലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടത് ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മരിച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ മറ്റൊരുത്തൻ മഹ്ർ കൊടുത്ത് അവളെ സ്വന്തമാക്കിയടാ. മരണപ്പെട്ട് കിടക്കുന്ന ഭാര്യമാരെ രാത്രി 10 മണിക്കും 2 മണിക്കും കാത്തിരുന്നു, വസ്ത്രങ്ങൾ ഇറക്കി കൊടുത്തു. മരിച്ചപ്പോ കൂടെ കിടക്കാൻ വന്നിട്ടില്ല, മറ്റൊരുത്തിയുടെ കൂടെ കിടക്കാൻ. പണക്കാരെ, സമ്പത്ത് വീതിച്ചു കഴിഞ്ഞടോ. ഫ്ലാറ്റ് മക്കൾ വീതിച്ചെടുത്തു, കാർ മക്കൾ വീതിച്ചെടുത്തു. ശീതീകരിച്ച നിങ്ങളുടെ റൂമിൽ മക്കൾ കിടന്നുറങ്ങുകയാണ്. അദ്ദേഹം പറയാണ്, എന്റെ വാക്കുകൾ ഖബറാളികൾ കേൾക്കുമായിരുന്നുവെങ്കിൽ അവരൊന്നടങ്കം പറയുമായിരുന്നു, അന്ന ഖൈറസ്സാദി തഖ്വാ, ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങൾ ചെയ്ത തഖ്വയാണ്, ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഖബറിനരികിലേക്ക് എത്തിയിട്ട് പറയുന്ന ചില വാക്കുകൾ ഇതുപോലെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഖബറിന്റെ അരികിൽ എത്തിയിട്ട് പറയുകയാണ്, യാ മൗത്ത്, യാ മൗത്ത്, മാദാ ഫഅൽത ബിൽ അഹിബ്ബ, എന്റെ പ്രിയപ്പെട്ടവരെ നീ എന്തു ചെയ്തു? കം ഫീക മിൻ ഹബീബ് കം ഫീക മിൻ ഖരീബ്, മക്ബറ, നിന്റെ കൂടെ എത്ര പ്രിയപ്പെട്ടവർ നിന്റെ കൂടെ കിടക്കുന്നുണ്ട് ലേ. ഉപ്പയുടെ നെറ്റിയിൽ അവസാനത്തെ ചുംബനം നൽകി പൊന്നുപ്പച്ചിയെ ഖബറിലേക്ക് ഇറക്കി വെച്ചവരുണ്ട്. വീട്ടിലേക്ക് വന്ന് ഉമ്മയുടെ നെറ്റിയിലെ തുണി മാറ്റി ഉമ്മയുടെ നെറ്റിയിൽ അവസാനത്തെ ചുംബനം നൽകി പൊന്നുമ്മച്ചിയെ ചുമലിൽ കയറ്റി വെച്ച് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചവരുണ്ട്. അദ്ദേഹം ചോദിക്കാണ്, എന്റെ ഉമ്മച്ചി, ഉപ്പച്ചി, പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ, പ്രിയമുള്ളവരെ, അവരെല്ലാം ഖബറിലാണ്. യാ മൗത്ത് മാദാ ഫഅൽത ബിൽ അഹിബ്ബ, എന്റെ പ്രിയപ്പെട്ടവരെ നീ എന്തു ചെയ്തു? അത്തദറൂന മാദാ യഖൂലുൽ മൗത്ത്, നിങ്ങൾക്കറിയുമോ മരണത്തോട് ഞാൻ ഇത് ചോദിച്ചാൽ മരണത്തിന്റെ മറുപടി ഉമറേ, അകൽതുൽ ഐനൈൻ, ഞാൻ അവരുടെ കണ്ണുകൾ തിന്നടാ. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച നമ്മുടെ ഉപ്പയുടെ കണ്ണുകൾ മണ്ണ് തിന്നു കഴിഞ്ഞു. 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച പ്രിയപ്പെട്ടവരുടെ ശരീരം മണ്ണ് തിന്നു കഴിഞ്ഞു. നെറ്റിയിൽ നിന്ന് കഫൻ പുടവ നീക്കി, കഴുത്തിൽ നിന്ന് കഫൻ പുടവ നീക്കി, നെഞ്ചകത്തിൽ നിന്ന് കഫൻ പുടവ നീക്കി, മണ്ണ് തിന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നു മരിച്ചാൽ, ഒരു നെഞ്ചുവേദന വന്നാൽ, സത്യസന്ധമായി പറഞ്ഞാൽ നാളെ ഒരു 11 മണിക്ക് മയ്യത്തെടുക്കും. നമ്മൾ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോയാൽ മക്കളോട് പറയുന്നുണ്ട്, മോനെ, എന്റെ കുട്ടി ഇനി കടം വാങ്ങിയിട്ട് ഉപ്പച്ചിക്ക് മരുന്ന് വാങ്ങണ്ട, എന്റെ കുട്ടി കടം വാങ്ങി ഉപ്പച്ചിക്ക് മരുന്ന് വാങ്ങണ്ട. മോൻ കാണാത്തത് ചിലത് ഉപ്പ കാണുന്നുണ്ട്. മലക്കുകൾ ഇറങ്ങി വരുന്നു. മലക്കുകൾക്ക് പിറകെ മലക്കുൽ മൗത്തിന്റെ കൈകളിലാണ് കഫൻ പുടവ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തുണി ശരീരം പൊതിയാനാണ്. ആത്മാവിനെ പൊതിയാനുള്ള തുണിയുമായി മലക്കുൽ മൗത്ത് എത്തും. റൂഹിനെ പിടിച്ചാൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ കൈവച്ച് പരിശോധിക്കണേ ഉള്ളൂ. മക്കളിങ്ങനെ അന്താളിച്ച് നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ ആത്മാവ് 1-ാം ആകാശത്തിലെത്തി. മിനിറ്റുകളൊന്നും വേണ്ട, സെക്കൻഡുകൾക്കകം 1-ാം ആകാശത്തിലേക്ക് ആത്മാവെത്തും. ലോകം മാറി. പ്രിയമുള്ളവരെ, ലോകം മാറി. പിന്നെ പിറ്റേ ദിവസം രാവിലെ കട തുറക്കണല്ലോ എന്നുള്ളൊരു ചിന്തയില്ല. മകന്റെ ഫീസ് അടച്ചിട്ടില്ലല്ലോ എന്ന ചിന്തയില്ല.
ഭാര്യന്റെ അനിയത്തിന്റെ കല്യാണത്തിന് പിന്നെ അവൾക്ക് സാരി വാങ്ങിയിട്ടില്ലല്ലോ എന്ന ചിന്തയില്ല. ലോകം മാറി പ്രിയമുള്ളവരെ. ഇന്നു മരിച്ചാൽ സെക്കൻഡുകൾക്കകം നമ്മുടെ ലോകം മറ്റൊരു ലോകാണ്. 11 മണിക്ക് നമ്മളൊരു വീടുണ്ടാക്കിയത് 10-15 കൊല്ലം കൊണ്ടാണെങ്കിൽ നമ്മുടെ അവസാനത്തെ വീട് 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാകും. 1 മണിക്കൂർ മതി. ആ ഖബറിലേക്ക് നമ്മൾ ഇറക്കി വെക്കും. സഹോദരന്മാരെ, ആ ഒരു ജീവിതത്തിൽ നമ്മൾ ഒറ്റക്ക്. പഠിപ്പിക്കുന്ന ഉസ്താദുമാരില്ല, കൂട്ടുകാരില്ല, നേതാക്കന്മാരില്ല, കൂടെ കിടക്കാൻ ഒരാളുമില്ല നമ്മൾ ചെയ്ത അമലുകളല്ലാതെ. അതുകൊണ്ട് പ്രിയമുള്ള പൊന്നു മുസ്ലിമേ, ഒന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കുക. ഞാൻ സ്വീകരിച്ച വിശ്വാസം എനിക്ക് സ്വർഗം നൽകുന്നതാണോ? എന്റെ വിശ്വാസത്തിൽ എന്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന വല്ലതും കടന്നു വന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കാൻ സൂറത്തുൽ യാസീനിൽ ഗുണകാംക്ഷിയായ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ഒരു പാട്ടപ്പിരിവ് നടത്താൻ അല്ലെങ്കിൽ നാളെ ഒരു ഇലക്ഷനിൽ നിങ്ങളുടെ മുന്നിൽ വന്നൊരു വോട്ട് ഒന്നുമില്ല പ്രിയമുള്ളവരെ. ഒരാളും അള്ളാഹുവിന്റെ സ്വർഗം ഒരാൾക്കും നഷ്ടപ്പെടരുത്. എന്തെങ്കിലും വാക്കുകൾ, ഏതെങ്കിലും പ്രയോഗങ്ങൾ ആരുടെയെങ്കിലും മനസ്സിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ മാപ്പ് ചോദിക്കുകയാണ്. ആ വാക്കുകൊണ്ട്, ആ പ്രയോഗം കൊണ്ട് നിങ്ങൾ സത്യം മനസ്സിലാക്കാതെ പോകല്ലേ സഹോദരന്മാരെ. അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. നരകം സഹിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. മക്കൾ ചിലപ്പോ തീ ഇങ്ങനെ കത്തിച്ചു വെച്ച്, മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഉപ്പാനോട് പറയും, ഉപ്പച്ചി ഞാന് തീയിൽ വിരലിടുന്നത് നോക്കൂ, എത്ര സെക്കൻഡ് പിടിച്ചു നിർത്തും? 2 സെക്കൻഡ്, 3 സെക്കൻഡ്. നമ്മുടെ കുഞ്ഞിന് വിരല് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എങ്കിൽ ഉഗ്രകോപം നിമിത്തം പൊട്ടിത്തെറിക്കുന്ന നരകമാണ് പ്രിയമുള്ളവരെ ശിർക്ക് ചെയ്യുന്നവരെ കാത്തു നിൽക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എങ്കിൽ പൊന്നു മുസ്ലിമേ, ഒന്നുറങ്ങുന്നതിന് മുമ്പ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കണേ. എന്റെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും പാളിച്ചകൾ കടന്നു വന്നിട്ടുണ്ടോ? സഹോദരന്മാരെ, ദീനു പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമുക്കൊന്നും പറഞ്ഞ് പടച്ചോന്റെ കോടതിയിൽ കേസിലാക്കാൻ പറ്റൂല. അതൊക്കെ പണ്ട് ഉമ്മിയും ബാപ്പിയും പഠിപ്പിക്കണമായിരുന്നു. അന്ന് മദ്രസ പോയില്ല എന്നാണ് ന്യായമെങ്കിൽ, മദ്രസയിൽ പറഞ്ഞയച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ന്യായമെങ്കിൽ പടച്ചോന്റെ ചോദ്യം ഉണ്ടാകും. 20 കൊല്ലം കഷ്ടപ്പെട്ട് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീറില്ലേ, 15 അറബി തഫ്സീറുകൾ തുറന്നു വെച്ച് തൊടികപ്പുലത്തെ ചെറിയ പള്ളിയിലിരുന്ന് ഒരു വയോധികനായ മനുഷ്യൻ എഴുതി തയ്യാറാക്കിയ തഫ്സീർ മലയാളത്തിലില്ലേ? അതൊക്കെ ഒരു ഉസ്താദിന്റെ കീഴിൽ പഠിക്കണം എന്നാണ് ന്യായമെങ്കിൽ പടച്ചോന്റെ ചോദ്യം ഉണ്ടാവും. QHLS ക്ലാസ്സുകളില്ലേ, ഖുർആൻ ക്ലാസ്സുകളില്ലേ? നമ്മുടെ നാട്ടിലും തുടങ്ങണം സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലും തുടങ്ങണം ഒരു ഖുർആൻ ക്ലാസ്. ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകും. അരീക്കോട് NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ് നടന്നു. അരീക്കോടിന്റെ മുഖം മാറ്റി എഴുതിയ ഖുർആൻ ക്ലാസ്. കർഷകനായ കൂലിപ്പണിക്കാരനായ ഒരു ഉണ്ണി മുഹമ്മദ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു. യാദൃശ്ചികമായി വന്നതാണ്. മനോഹരമായ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കേട്ടു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ്, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ. നേരെ ഉസ്താദിന്റെ അരികിൽ വന്നു. ഉസ്താദേ, ഇങ്ങനെ ഒരു ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിലുണ്ടോ? അങ്ങനെ ഒരു ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. അതിന്റെ അർത്ഥം NV അബ്ദുസ്സലാം മൗലവി ഓതിയ രൂപത്തിലാണോ? അതെ, അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ റാത്തീബിന്റെയും മൗലിദിന്റെയും പട്ടികയിൽ നിന്ന് ഉണ്ണി മുഹമ്മദിന്റെ പേര് വെട്ടിക്കോൾ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ആളുകളുണ്ടായി. ഖുർആൻ ഹൃദയങ്ങളിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കും. സഹോദരന്മാരെ, ഖുർആൻ പഠിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ. അന്നൂർ, പീസ് റേഡിയോ, എല്ലാവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ആൻഡ്രോയിഡ് ഫോണുകൾ ഇല്ലാത്ത ആരുമില്ല. അതിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി സ്നേഹക്കൂട് പോലെയുള്ള പ്രോഗ്രാമുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള പീസ് റേഡിയോ,
അത് നിർബന്ധമായി നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം. സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഈ പ്രോഗ്രാം കഴിഞ്ഞാലും 24 മണിക്കൂറും ദീനു പഠിക്കാനുള്ള സംവിധാനങ്ങൾ. എന്തു പറഞ്ഞ് സഹോദരന്മാരെ നമ്മൾ പടച്ചോന്റെ കോടതിയിൽ രക്ഷപ്പെടും? എന്ത് ന്യായമാണ് ദീനു പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്? അതുകൊണ്ട് സഹോദരന്മാരെ, പീസ് റേഡിയോ പ്രത്യേകം നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദീന് പഠിക്കുന്നതിനു വേണ്ടി തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള ദാറുൽ അർക്കം എന്നൊരു വലിയ സ്ഥാപനം. ഇസ്ലാമിന്റെ തുടക്കം ദാറുൽ അർക്കമിൽ നിന്നാണ് എങ്കിൽ തെക്കൻ ജില്ലകളിൽ ഒരു വലിയ പ്രതീക്ഷയായി നമ്മുടെ ദാറുൽ അർക്കം മാറണം. +1 +2 പഠനത്തിന്റെ കൂടെ ദീനു പഠിക്കാനുള്ള അവസരമുണ്ട്. അടുത്ത വർഷം മുതൽ 5ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾക്ക് ഹിഫ്ള് പഠനവും അതിന്റെ കൂടെ അറബി ഭാഷയിലുള്ള പഠനവും ദീനി പഠനവും എല്ലാം ഒത്തുചേർന്ന് അതോടൊപ്പം ഭൗതിക പഠനവും ഒത്തിണങ്ങി +2 പഠനത്തോടുകൂടെ ദീനീ രംഗത്തും ഭൗതിക രംഗത്തും മികച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളെ പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പുതിയ സംരംഭം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം തുടക്കം കുറിക്കുകയാണ്. +2 പഠനം കഴിഞ്ഞ് ദീനു പഠിക്കുന്ന ഡോക്ടർമാർ ഈ ഉമ്മത്തിലുണ്ടാകണം. ദീനു പഠിച്ച എഞ്ചിനീയർമാരുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ, പരിശുദ്ധ ഖുർആനിന്റെ അറബി ഭാഷാ നിയമങ്ങൾ അറിയുന്ന രാഷ്ട്രീയ അധികായകന്മാരുണ്ടാകണം. ഒരു വലിയ ലക്ഷ്യമാണ്. സഹോദരന്മാരെ, പ്രാർത്ഥനകൾ അനിവാര്യമാണ് ദീനു പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി. ദുഹ നമസ്കരിക്കുന്ന 10ഉം 11ഉം വയസ്സുകളുള്ള 10ഉം 11ഉം വയസ്സു പ്രായത്തിലുള്ള മക്കൾ അവിടെയുണ്ട്. രാത്രി 11 മണിക്കും 12 മണിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, ചെറിയ ചെറിയ മുത്തൂനുകൾ മനഃപ്പാഠമാക്കുന്ന മക്കളുണ്ട് അവിടെ. നമ്മളല്ലാതെ ആരാണ് അവർക്ക് പ്രാർത്ഥിക്കാനുള്ളത്? ദീനു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മുടെ കൈകളല്ലാതെ ആരുടെ കൈകളാണ് ആകാശങ്ങളിലേക്ക് ഉയരാനുള്ളത്? സഹോദരന്മാരെ, ആത്മാർത്ഥമായ നമ്മുടെ പ്രാർത്ഥനകൾ ആ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി. ജാമിഅ അൽ ഹിന്ദ് എന്ന നമ്മുടെ വലിയ സ്ഥാപനം ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 1-ന് അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയവർക്കുള്ള ബിരുദദാന സമ്മേളനം ഒരു വലിയ പ്രൗഢമായ സമ്മേളനമായി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ദഅ്വാ രംഗത്ത് ശക്തമായ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു വളയത്തിനുള്ളിൽ നിൽക്കുക. ഒറ്റക്ക് നിൽക്കുന്നവനെ ചെന്നായക്ക് പിടിക്കാൻ എളുപ്പമാണ്. ഒരു വളയത്തിനുള്ളിൽ നിന്ന് സ്നേഹബന്ധത്തോടുകൂടെ, ഐക്യത്തോടുകൂടെ കഴിയാൻ നമുക്ക് സാധിക്കണം. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നമ്മുടെ കൂടെ ദഅ്വാ രംഗത്തുണ്ടായിരുന്ന സുഹൃത്ത് ഫഹ്മി ഫറാസ് ഒരു അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ അന്നു രാത്രിയിൽ ആകാശങ്ങളിലേക്ക് ഉയർന്ന പ്രാർത്ഥനകളുണ്ട്. പ്രിയമുള്ളവരെ, തന്റെ ചെറിയ പൈതലിനെ നെഞ്ചോട് ചേർത്തു വെച്ച് 6 അടി മണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ പെയ്തിറങ്ങുന്ന മഴയോടൊപ്പം കണ്ണീരിൽ ചാലിച്ച 3 പിടി മണ്ണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി നമ്മൾ എറിഞ്ഞുവെങ്കിൽ അന്ന് ആകാശങ്ങളിലേക്ക് ഉയർന്ന അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, പടച്ചോനെ ഞങ്ങളുടെ സഹോദരന് പുറത്തു കൊടുക്കണേ, പടച്ചോനെ ഞങ്ങളുടെ സഹോദരന് കാരുണ്യം ചൊരിയണമേ എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആയിരക്കണക്കിന് സഹോദരന്മാർ പ്രാർത്ഥിച്ചുവെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നതിന്റെയും നിങ്ങളെ ക്ഷണിച്ചതിന്റെയും നിങ്ങളുടെ വീടുകളിൽ ഒരു പ്രയാസവും കൂടാതെ പുഞ്ചിരി തൂകി ഞങ്ങൾ കാത്തുനിന്നതും ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. സഹോദരന്മാരെ, ഇത് വൈരാഗ്യമല്ല, വിദ്വേഷമല്ല, ഗുണകാംക്ഷ മാത്രമാണ്. അല്ലാഹു തആല ഈ ഒരു സംസാരത്തെ ഹൃദയങ്ങളിൽ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്ന, ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു കാരണമാക്കി മാറ്റുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകിയ, രാപ്പകലുകളില്ലാതെ ഓടി നടന്ന പാവപ്പെട്ട പ്രവർത്തകരുണ്ട് റബ്ബേ. നിന്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. മീസാനിൽ കനം തൂങ്ങുന്ന അമലുകളായി ഞങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബേ ഇത് സ്വീകരിക്കണമേ. ഓരോ വീടുകളിലേക്ക്
സദസ്സിലേക്കും കയറിയിറങ്ങിയത് റബ്ബേ നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. നിന്റെ മഹത്തായ നിന്റെ തൃപ്തി, നിന്റെ ഇഷ്ടം, നിന്റെ കാരുണ്യം ഈ സദസ്സിലേക്ക് ചൊരിയണമേ റഹ്മാനെ. നിന്റെ തൃപ്തിയല്ലാതെ, നിന്റെ സ്നേഹമല്ലാതെ, നിന്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും ഈ കൊച്ചു സംഘം ആഗ്രഹിക്കുന്നില്ല റബ്ബേ. നിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയണമേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹം പടർത്തണമേ റഹ്മാനായ റബ്ബേ. നാട് കലാപഭൂമിയാക്കുവാൻ പലരും ശ്രമിക്കുമ്പോൾ അവരുടെ കുതന്ത്രങ്ങളെ തകർത്തെറിയണമേ റഹ്മാനെ. ഈ നാട്ടിൽ നിർഭയത്വം നിലനിർത്തി നൽകണമേ റഹ്മാനെ. മാറി മറിയുന്ന ഹൃദയങ്ങളിൽ റഹ്മാനായ റബ്ബേ, മാറി മറിയുന്ന ഹൃദയങ്ങൾ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ റഹ്മാനെ. ഈ നാട്ടിൽ ഒരു ഉമർ ബിൻ ഖത്താബിനെ പോലെ, ഈ നാട്ടിൽ ഒരു ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ തൗഹീദിന്റെ പടവാളുകളായി ഈ ശബ്ദം കേൾക്കുന്ന നല്ലവരായ മനസ്സുകളെ മാറ്റിയെടുക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تجعل فتنتنا في ديننا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.